സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സാക്ഷാൽ ഭഗവാൻ ധർമ്മേശ്വരൻ്റെ തിരുനാമ സങ്കീർത്തനങ്ങൾ നിറഞ്ഞ് ദീപാരാധന കഴിഞ്ഞ ഈ മുഹൂർത്തത്തിൽ നമുക്ക് ഒരൽപ്പം സത്സംഗം ചെയ്യാം. ഇന്ന് ഈ നവരാത്രി ആഘോഷത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടി ആയതുകൊണ്ട് സാക്ഷാൽ ധർമ്മേശ്വരൻ്റെ തന്നെ ഭഗവാൻ പരമേശ്വരന്റെ തന്നെ അവതാരമൂർത്തിയായ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ മാതൃപഞ്ചകം എന്ന വിഷയത്തെ ആധാരമാക്കി അല്പസമയം നമുക്ക് ആ മാതൃത്വത്തിൻ്റെ മഹത്തായ ഗാഥകളിലൂടെ കടന്നു പോകാമെന്ന് മാത്രം പറയുന്നു. നമുക്കറിയാം, ഈ മാതൃത്വത്തിൻ്റെ മഹനീയ മാതൃകകൾ വിളിച്ചോതുന്ന പല കഥകളും അനുഭവങ്ങളും പല കൃതികളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലേ? മാധു പരദൈവതം എന്നാണ് പറയുക. അമ്മയ്ക്ക് മീതെ വേറൊരു ഈശ്വരനില്ല, മാതാവിന് മീതെ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്ന് സനാതന ധർമ്മ സംസ്കൃതി ഉദ്ഘോഷിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവും ഇത് തന്നെയാണ് പറയുന്നത്. രാവണനെ വധിച്ച ശേഷം ലങ്കയിൽ നിന്നും തിരിച്ചു പോരുന്നതിന് മുൻപായിട്ട് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു അത്രേ, ജ്യേഷ്ഠ, എത്ര മനോഹരമാണ് ലങ്കാപുരി, സ്വർണമയാണ് ലങ്ക, അല്ലേ? നമുക്ക് ഇവിടെ താമസിച്ചാലോ എന്നുള്ള രീതിയിൽ ജ്യേഷ്ഠനോട് ചോദിച്ചു അത്രേ. ആര്? ലക്ഷ്മണൻ. അപ്പൊ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് ഇതാണ്, ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി എന്നാണ് പറഞ്ഞത്. ജനനിയും അമ്മയും ജനിച്ച നാടും സ്വർഗത്തെക്കാൾ മനോഹരമാണ്. ഇനി ലങ്കയല്ല, ലങ്കയേക്കാൾ ശ്രേഷ്ഠമായ ഏതൊരു നഗരത്തിൽ താമസിക്കാന്ന് പറഞ്ഞാലും അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ജന്മനാട് മതി, എൻ്റെ മാതാവ് വസിക്കുന്ന ഇടമാണ് എനിക്ക് സ്വർഗം, സ്വർഗത്തിനേക്കാൾ മനോഹരം എന്നൊക്കെ പറഞ്ഞ ഒരു സംസ്കൃതി നമുക്കറിയാം. ആ മാതൃഭാവത്തെ നവവിധമായി നമ്മൾ ആചരിക്കുകയാണ്, അല്ലേ? പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. സർവസിദ്ധികളെയും പ്രദാനം ചെയ്യുന്ന സിദ്ധിദാത്രി സ്വരൂപമാണ് ഇന്ന് അമ്മയ്ക്കുള്ളത്, ആ മാതൃത്വത്തിനുള്ളത്. ഈ നവവിധമായിട്ടുള്ള മാതൃഭാവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ മാതൃത്വത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അമ്മയാണ് എന്നുള്ള സങ്കല്പമാണ്. ഇതിൽ നിന്ന് അമ്മയായി മാറി അതിൽ നിന്ന് മാതൃഭാവത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള സാധനയുടെ പടിപടിയായിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അടുത്ത ദിവസം വിജയദശമിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. തിന്മയുടെ മേൽ നന്മ കൊയ്യുന്ന വിജയമായിട്ട് വിജയദശമി എന്ന് പറയുന്നു. അപ്പോൾ മാതൃപഞ്ചകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇപ്പൊ പ്രസവിച്ചാൽ നമ്മൾ അമ്മ എന്ന് പറയും, അല്ലേ? പക്ഷേ അമ്മയും മാതാവും
ആ ശബ്ദങ്ങൾക്ക് തന്നെ വളരെ വലിയ വ്യത്യാസമുണ്ട്, വളരെ അന്തരമുണ്ട് രണ്ട് വാക്കുകൾക്ക് തമ്മിൽ. ഇവിടെ ഇരിക്കുന്ന പലരും അമ്മയാണ് അല്ലേ? പക്ഷേ മാതൃത്വം എന്ന് പറയുന്ന ആ ശബ്ദത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മാ എന്നുള്ള ശബ്ദത്തിൻ്റെ തന്നെ അർത്ഥം അളക്കുന്നവൾ എന്നാണ്. എന്താണ് അളക്കുന്നത്? തൻ്റെ മക്കളുടെ മനസ്സിനെ, അവരുടെ സർഗാത്മക ശേഷിയെ, അവൻ്റെ ഉള്ളിലുള്ള ഊർജത്തെ അളക്കാൻ കഴിയുന്നവൾ എന്നാണ് മാതൃശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ. അപ്പം അമ്മയായാൽ പോരാ, നമ്മൾ കേവലം മാതൃത്വം എന്ന പദവിയിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാതൃത്വം എന്നുള്ള പദവിയെ അലങ്കരിക്കുന്ന നിരവധി മാതാക്കൾ നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൃഷ്ടാന്തങ്ങളായിട്ട് പലതുമുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ? ഒരു ഉദാഹരണം ഇവിടെ ഞാൻ സൂചിപ്പിക്കാം. കുന്തി മാതാവ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുന്തി മാതാവിനെ കേട്ടിട്ടില്ലേ? പാണ്ഡവരുടെ അമ്മയായിട്ടുള്ള കുന്തി മാതാവാണ്, കേവലം ഒരു അമ്മയല്ല. മക്കളെ പ്രസവിച്ചു എന്ന് മാത്രമല്ല കുന്തി ചെയ്തത്, മക്കളെ ധർമ്മപന്ഥാവിലൂടെ നയിച്ചു എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് അവിടെ മറ്റൊരു മാതാവ്, ഒരമ്മയെ നമുക്ക് കാണാം, ഗാന്ധാരി. ഗാന്ധാരി ആരുടെ പത്നിയാ? ധൃതരാഷ്ട്ര രാജാവിൻ്റെ പത്നിയാണ്. ആര്? ഗാന്ധാരി മാതാവ്. അപ്പൊ ഗാന്ധാരി മാതാവ് വിവാഹം കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധാരി കണ്ടു ഭർത്താവിന് കണ്ണുകളില്ല, അവര് അന്ധനാണ്. അപ്പൊ തനിക്കും ഈ ഭൂമിയുടെ നിറങ്ങളൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകൾ അടച്ചു വെച്ചു. കണ്ണുകൾ അടച്ച് സ്വയം ഇരുട്ടിലാക്കി ആരുടെ ജീവിതം? സ്വന്തം ജീവിതം. പാതിവ്രത്യത്തിൻ്റെ നിറകുടമായി ഗാന്ധാരിയെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടി അല്ലേ? പതിവ്രതയായ, യഥാർത്ഥത്തിൽ ധർമ്മപത്നി എന്നൊക്കെ പറയാം. പതിയെ വ്രതമായി ആചരിക്കുന്നവളായിട്ട് ഗാന്ധാരി മാറുകയായിരുന്നു. സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി. ധൃതരാഷ്ട്ര ഗാന്ധാരി ദമ്പതികൾക്ക് മക്കളുണ്ടായി. കുന്തി മാതാവിനും, പാണ്ഡുവിൻ്റെ പത്നിയായിട്ടുള്ള കുന്തി മാതാവിനും അവിടെ മക്കളുണ്ടായി. ഗാന്ധാരിക്ക് 101 മക്കളാണ് ഉണ്ടായത്. നമുക്കറിയാം, ദുര്യോധനൻ മുതൽ ദുശ്ശള വരെ 100 പുത്രന്മാരും 1 പുത്രിയും ഗാന്ധാരിക്ക്. അമ്മ അവരെ വളർത്തി. കുന്തിക്കും പാണ്ഡവന്മാരുണ്ടായി, 5 മക്കളെയും അവരും വളർത്തി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാണ്ഡു മരിച്ചുപോയി. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടി പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് കുന്തി തൻ്റെ മക്കളെ വളർത്തിയത്. അതും ധർമ്മപന്ഥാവിലൂടെ. ഏതൊരു പ്രതിസന്ധി വന്നപ്പോഴും, ഏതൊരു തിക്താനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അതിലൊന്നും പതറാതെ. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കൂ, നമുക്ക് കുറേ ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കൊക്കെ സദ്ഗുണങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം. പക്ഷെ ചില പ്രതിസന്ധി വന്നാൽ നമ്മൾ അതിനെയൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കും. നമ്മുടെ സദ്ഗുണങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായി എന്ന് വരും. പക്ഷെ കുന്തി അങ്ങനെയല്ല. കുന്തി ഏതൊരു പ്രതിസന്ധി വന്നപ്പോഴും, ഇപ്പോൾ കൗരവന്മാരും പാണ്ഡവന്മാരും പരസ്പരം ശത്രുത വെച്ചു പുലർത്തിയിരുന്നു. കൗരവന്മാർ പാണ്ഡവർക്ക് രാജ്യത്തിൽ സൂചി കുത്താൻ പോലും സ്ഥലം നൽകില്ല എന്ന് പറഞ്ഞു. ഭീമനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു. അരക്കില്ലത്തിലിട്ട് ഇവരെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. കള്ളച്ചൂത് കളിച്ച് ഇവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അജ്ഞാതവാസം അനുഭവിച്ചു, വനവാസം അനുഭവിച്ചു, ഗാണ്ഡവ ദഹനം നടന്നു. അവിടെ പാഞ്ചാലിയെ സഭാമധ്യത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തു. ഇതൊക്കെ സഹിച്ചു. മക്കളും കുന്തിയും എല്ലാം സഹിച്ചു. പക്ഷേ തൻ്റെ ധർമ്മത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ ധർമ്മം ചരതി എന്നുള്ള മന്ത്രം മാത്രം മുഴക്കിക്കൊണ്ട് കുന്തി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്പറിൽ കുറവായിട്ടും ആരാണ് ജയിച്ചത്? കൗരന്മാരോ പാണ്ഡവന്മാരോ? ആരാണ് ജയിച്ചത് യുദ്ധത്തിൽ? പാണ്ഡവര്. ധർമ്മയുദ്ധം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആരാണ് വിജയിച്ചത്? പാണ്ഡവര്. എന്തായിരിക്കും കാരണം? ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മാതാവായിട്ടുള്ള കുന്തി അവരെ ധാർമ്മിക പന്ഥാവിലൂടെ സഞ്ചരിപ്പിച്ചു എന്നത് മാത്രമാണ്. മറിച്ച് ഗാന്ധാരി എന്ത് ചെയ്തു? നല്ലൊരു പത്നിയാണ്, ധർമ്മപത്നിയാണ്, പതിവ്രതയാണെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ മക്കളെ നോക്കാൻ അവർക്ക്, മക്കൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? കണ്ണൊക്കെ അടച്ച് ഇരുട്ടാക്കി ഇരിക്കുകയായിരുന്നു അല്ലേ? തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ല, അതുകൊണ്ട് എനിക്കും ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് സ്വയം ഇരുട്ടിലായ ഒരു സ്ത്രീയാണ് ഗാന്ധാരി. പക്ഷെ മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരമ്മ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒരമ്മയുടെ കടമ എന്തായിരുന്നു? അവരെ
അവര് തെറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ വഴി തെറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യേണ്ട ആളാണ് ആര്? മാതാവ്, അമ്മ എന്നൊക്കെ പറയുന്ന ആള്. പക്ഷെ അതൊന്നും അമ്മ ചെയ്തില്ല. അവസാന നിമിഷം ദുര്യോധനൻ എന്ന് പറയുന്ന തൻ്റെ മൂത്തപുത്രൻ വന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, അമ്മേ ഞാൻ യുദ്ധത്തിന് പോവാണ്, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ഗാന്ധാരി അമ്മ അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. യഥോധർമ്മ സ്തതോജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അനുഗ്രഹിക്കണത്. പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ ആശീർവദിച്ചുവെങ്കിലും തൻ്റെ മക്കള് ധർമ്മിഷ്ഠരാണോ എന്ന് നോക്കാൻ അമ്മയ്ക്ക് സാധിച്ചിരുന്നോ? എന്തുകൊണ്ടില്ല? കണ്ണുകൾ ഇരുട്ടിലായിരുന്നു, അല്ലേ? തൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ നികത്തുവാൻ സമർത്ഥയായവളായിരിക്കണം ഒരു പത്നി എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യാൻ ഗാന്ധാരിക്ക് സാധിച്ചില്ല. ഒരു മാതാവ് എന്ന നിലയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടവളായി ആര് മാറി? ഗാന്ധാരി മാറി. 100 പുത്രന്മാരും ഒരു യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അമ്മ അവസാനമായിട്ട് തൻ്റെ മക്കളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ്റെയും കൂട്ടുകാരുടെയും കൂടെ യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഓരോ മക്കളും അതിദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നത് അമ്മയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അമ്മ കണ്ണുകൾ അഴിച്ചു. അമ്മയുടെ വേദന ആരോട് പറയാനാണ്? തനിക്കുള്ള എല്ലാ മക്കളും ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു മാതാവ് എന്നുള്ള രീതിയിലൊക്കെ പൂർണ്ണ പരാജയം ഇവിടെ അമ്മ അനുഭവിക്കേണ്ടി വന്നു. വിഷമം അതിലേറെ. ഓരോ മകൻ്റെ മൃതശരീരത്തിനെ നെഞ്ചോടടുക്കി പിടിച്ച് അമ്മ വിലപിച്ചു. അവസാനം മൂത്തപുത്രനായ ദുര്യോധനൻ്റെ ശരീരം വളരെ ദാരുണമായി, അതിക്രൂരമായി മരണപ്പെട്ട് കിടക്കുന്നത് അമ്മ കണ്ടു. ആ മകൻ്റെ ശരീരത്തെയും ചേർത്തു പിടിച്ചുകൊണ്ട് അമ്മ ശ്രീകൃഷ്ണന് നേരെ തിരിഞ്ഞു. ഒരു വാക്ക് അമ്മ എന്താ പറഞ്ഞതെന്നറിയാമോ? കൃഷ്ണ, എനിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു, എനിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു, ഒന്നിനെയെങ്കിലും നിനക്ക് ബാക്കി വെക്കാമായിരുന്നില്ലേ കൃഷ്ണ? കൃഷ്ണനാണ് എല്ലാവരെയും കൊന്നത് എന്നുള്ള ഒരു ധ്വനിയിലാണ് അമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്നിനെയെങ്കിലും നിനക്ക് കാക്കാമായിരുന്നില്ലേ, ഒന്നിനെയെങ്കിലും നിനക്ക് ബാക്കി വെക്കാമായിരുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മ ഇപ്രകാരം ചിന്ത പങ്കുവെച്ചത് എന്നുള്ളതാണ്. അപ്പം അത്രയും നേരം കുത്തുവാക്കുകളൊക്കെ കേട്ട് കൃഷ്ണൻ ഒരക്ഷരം മിണ്ടിയില്ലായിരുന്നു. പക്ഷെ അമ്മ ചോദിച്ച ഈ ചോദ്യത്തിന് മുൻപിൽ, ഒരു പുത്രനെയെങ്കിലും നിനക്ക് നോക്കാമായിരുന്നില്ലേ കൃഷ്ണ എന്ന ഒരു ചോദ്യം കേട്ടപ്പോൾ അമ്മ കൃഷ്ണൻ അമ്മയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ശരിയാണ് അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്, ഒരു മകനെയെങ്കിലും നോക്കാമായിരുന്നില്ലേ എന്ന് ശ്രീകൃഷ്ണൻ ചോദിച്ചു. ആരോട് ചോദിച്ചു? അമ്മയോട് തിരിച്ചു ചോദിച്ചു. ഒരു മകനെയെങ്കിലും അമ്മ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഒരാളെ പോലും അമ്മ നോക്കിയിട്ടില്ല. തൻ്റെ മകന് അനുഗ്രഹം കൊടുക്കുമ്പോൾ മകൻ ധാർമ്മികമായിട്ടാണോ സഞ്ചരിക്കുന്നത് എന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ നോക്കാത്ത ഒരു പുത്രനെയും ഒരു ഈശ്വരനും നോക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ ആ അമ്മയെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യണത്. ഏറ്റവും വലിയ കരുതൽധനം എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണാണ്, അമ്മയുടെ നോട്ടമാണ്, അമ്മയുടെ ശ്രദ്ധയാണ് നമ്മളാക്കി മാറ്റിയത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടി ആഴത്തിൽ മാതൃത്വം എന്ന പദത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ ശ്രീ ശങ്കര വിരചിതമായിട്ടുള്ള മാതൃപഞ്ചകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കൂ, ഇവിടെ കുന്തി അമ്മയിൽ നിന്നും മാതാവ് എന്നുള്ള ശബ്ദത്തിലേക്ക് ഉയർന്നു. പക്ഷെ ഗാന്ധാരി കുറേ കുട്ടികളെ പ്രസവിച്ചു. അവരൊക്കെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോഴോ മാതൃശബ്ദത്തിലേക്ക് ഉയരാൻ കഴിയാതെ കേവലം അമ്മയായിട്ട് മാത്രം ഒതുങ്ങി. അപ്പം ഇനി നമ്മൾ തീരുമാനിക്കണം, മാതൃത്വം എന്ന് പറയുന്ന മഹത്തായ ആ പദവിയിലേക്ക് നമുക്ക് ഉയരണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. പ്രസവിച്ചത് കൊണ്ട് മാത്രം നമ്മൾ മാതാവേ എന്ന് പറയാൻ വയ്യ. എല്ലാവർക്കും ആ യൂണിവേഴ്സൽ മദർഹുഡ്, വിശ്വമാതൃത്വം അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, ഈ നവരാത്രിയിലെ തപസ്സുകൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പം അതിനെ സ്വീകരിക്കാൻ ശ്രീശങ്കര വിരചിതമായ മാതൃപഞ്ചകം എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ള ആ കൃതിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാമെന്ന് മാത്രം. മാതൃപഞ്ചകം എന്ന് പറയുന്നാൽ, പഞ്ചകം എന്ന് പറഞ്ഞാൽ തന്നെ 5 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൃതി, അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഒരു പുത്രൻ എഴുതുന്ന സ്നേഹമസൃണമായിട്ടുള്ളൊരു കൃതിയാണ് മാതൃപഞ്ചകം. ഈ മാതൃത്വത്തിൻ്റെ മഹത്തായ മുഹൂർത്തത്തിൽ നമുക്കത് ഒന്ന് വിചിന്തനം ചെയ്യാം. നോക്കൂ, ശങ്കരാചാര്യരുടെ, ശ്രീശങ്കരൻ്റെ അമ്മയുടെ പേര് ആര്യാമ്പ എന്നായിരുന്നു. പിതാവിൻ്റെ നാമം ശിവഗുരു എന്നായിരുന്നു.
ആര്യാമ്പയും ശിവഗുരുവും വളരെ നാള് തപസ്സൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമാണ് ആരുണ്ടായിട്ടുള്ളത്? ശ്രീശങ്കരൻ ഉണ്ണിയായിട്ട് അവർക്ക് പിറന്നിട്ടുള്ളത്. അപ്പോൾ ആര്യാമ്പ അവനെ പ്രസവിച്ച് ഏതാനും കാലങ്ങൾക്ക് ശേഷം ശിവഗുരു മരിക്കുകയാണ്. പിന്നീട് മകനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ആ അമ്മ വളർത്തുന്നത്. തൻ്റെ 8ാം വയസ്സിൽ ശങ്കരൻ സന്യസിക്കുകയാണ്. പരമപവിത്രമായ സന്യാസാശ്രമം സ്വീകരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ പുലർച്ചെ ആര് സന്യസിക്കാൻ പോവുകയാണ്? ശ്രീശങ്കരൻ സന്യസിക്കുകയാണ്. അപ്പോൾ സന്യസിച്ച് വീട് വിട്ട് ഇറങ്ങുകയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഒരു ഭാവമായിട്ട് ആ മാതൃത്വത്തിൻ്റെ കണ്ണിലൂടെ തന്നെ നമുക്കിതൊന്ന് ചിന്തിച്ചാലോ? നിങ്ങൾ തയ്യാറല്ലേ? അമ്മ എന്ന് പറയുന്നൊരു സങ്കല്പം, മാതൃഭാവം നമ്മുടെ ഉള്ളിലൊക്കെ ആ വിശ്വജനനിയായ ഭഗവതി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആര്യാമ്പ ഏകാന്തതയിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്, തൻ്റെ പുത്രൻ നാളെ സന്യസിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അവൻ്റെ മുറിയിൽ ഇനിയും വെളിച്ചം പോയിട്ടില്ല. അവനിപ്പോഴും വെളിച്ചത്തിൽ എന്തോ ഓലക്കെട്ടുകളും ഗ്രന്ഥക്കെട്ടുകളും ഒക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്താണ് പോകുന്നത്. ഇന്ന് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു. ആ അമ്മ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അവര് ആ ജനാല തുറന്നിട്ടു. കാലടി ഗ്രാമം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള, നമുക്കറിയാലേ, കേരളത്തിൻ്റെ ഒരു ഭാഗം, കേരളത്തിൽ തന്നെ വന്ന് പിറന്ന സാക്ഷാൽ പരമശിവന്റെ അവതാരമൂർത്തിയാണ് ശ്രീശങ്കര ഭഗവത് പാദർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മ വാതിലുകളും ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന പാടശേഖരം മുമ്പിൽ ഇങ്ങനെ കാണും. അമ്മ ചിന്തിക്കുകയാണ്, അവിടെ കതിർ വിളഞ്ഞിട്ടുള്ള പാടങ്ങളിൽ ചെറിയ ചെറിയ മിന്നാമിനികൾ, ആ ചെറുസന്ധ്യ മയങ്ങിയിട്ടുള്ള സമയങ്ങളിൽ ആ മിന്നാമിനികൾ നെൽക്കതിരിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ വന്ന് ആ നീലവെളിച്ചം അമ്മയ്ക്ക് ഇങ്ങനെ കാണാമായിരുന്നു. ആ നീലവെളിച്ചത്തിൻ്റെ സ്മരണയിൽ അമ്മ ഓർക്കുകയാണ്, ശങ്കരൻ കുഞ്ഞായിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവായ ശിവഗുരു അവനെ തോളത്തെടുത്തുകൊണ്ട് ഈ പാടവരമ്പത്ത് കൂടെയൊക്കെ നടന്നു പോയത്. അവനെ രസിപ്പിക്കുവാൻ വേണ്ടി, ആ കുഞ്ഞിനെ കളിപ്പിക്കുവാൻ വേണ്ടി ആ മിന്നാമിന്നികളെയൊക്കെ പാറിപ്പറത്തി ശിവഗുരു ആ കുട്ടിയെ ആസ്വദിപ്പിച്ചിരുന്നു, സന്തോഷിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഒരു അമ്മയുടെ കണ്ണിലൂടെ ഓർക്കാൻ ഇതൊക്കെ ഓർക്കാൻ എന്തേ കാരണം? നാളെ ശങ്കരൻ സന്യാസത്തിന് വേണ്ടി പടിയിറങ്ങുകയാണ്. അമ്മയുടെ ഓർമ്മകൾ ഈ മിന്നാമിന്നികളെ പോലെ വെളിച്ചം വീശി ഇങ്ങനെ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക്, ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കും. ശങ്കരൻ്റെ ജീവിതചര്യ എന്ന് പറയുന്നത് തന്നെ, ശങ്കരൻ ഒരു സന്യാസിയെ പോലെ തന്നെയാണ് എപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ സന്യാസത്തിലേക്ക് ഇറങ്ങുന്നത് എന്നേ ഉള്ളൂ. ഒരു സന്യാസിയുടെ, ഒരു ഭിക്ഷുവിൻ്റെ ജീവിതചര്യയായിരുന്നു. രാവിലെ രണ്ടുപേരും കൂടി വടക്കുംനാഥ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകും. അടുത്ത വീടുകളിലൊക്കെ പോയി ഭിക്ഷയാചിക്കും. സർവ ശരീരവികാരങ്ങളെയും അതിജീവിക്കാൻ ശീലിച്ച ഒരു കുഞ്ഞായി മാറുകയായിരുന്നു ശങ്കരൻ. മാനാപമാനങ്ങളെയൊക്കെ ഭേദിച്ച് അതിനപ്പുറത്തേക്ക് കരയേറുന്ന ഒരു സനാതന സംസ്കൃതി ശങ്കരൻ്റെ കണ്ണിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ശങ്കരൻ ദിവസവും പോവും ഭിക്ഷയ്ക്ക്. അപ്പം ഇങ്ങനെ അമ്മ ചെറുപ്പകാലങ്ങളിലുള്ള ഓരോ കാര്യങ്ങൾ, ആ കുട്ടിയുടെ മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മ ഇരിക്കുകയായിരുന്നു. അവൻ ചെറുപ്പത്തിൽ, അവൻ ജനിക്കുമ്പോൾ തന്നെ 48 നാൾ വ്രതമൊക്കെ നോറ്റിട്ടാണ് അവൻ ജനിക്കുന്നത്. ശിവഗുരു മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷാൽ പരമശിവൻ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ സ്വപ്ന ദർശനത്തിൽ വന്ന് ശിവഗുരുവിനോട് പറഞ്ഞു അത്രേ, ശങ്കരൻ എന്ന് പറയുന്ന പുത്രൻ അസാമാന്യ പ്രതിഭാശാലിയാണ്. നിങ്ങൾക്ക് പുത്രൻ ജനിക്കും, പക്ഷേ ആയുസ് ചുരുക്കമായിരിക്കും അവൻ ഉണ്ടാവുക. പക്ഷേ അവൻ അസാമാന്യ പ്രതിഭാശാലിയായിരിക്കും. അവന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? വേദങ്ങളുടെ വീണ്ടെടുപ്പ്, സനാതന സംസ്കൃതിയുടെ ഉദ്ധാരണം, ഹൈന്ദവ ധർമ്മോദ്ധാരണമാണ് അവൻ്റെ ദൗത്യം എന്ന് ശിവഗുരുവിനോട് സ്വപ്നത്തിൽ സാക്ഷാൽ പരമശിവൻ വന്ന് പറഞ്ഞത് ആര്യാമ്പയോട് മരിക്കുന്നതിന് മുൻപ് തൻ്റെ ഭാര്യയോട് ശിവഗുരു പങ്കുവയ്ക്കുകയാണ്. എന്താ പറഞ്ഞത്? അവൻ്റെ ദൗത്യത്തിന് തടസ്സം നിൽക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നത്. ഇത് സത്യമാവുകയാണോ എന്ന് അമ്മയ്ക്ക് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം തൻ്റെ കുഞ്ഞ് ആ സന്യാസാശ്രമത്തിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു. അവനെ ഉപനയനം കഴിഞ്ഞ കൊല്ലം അവൻ്റെ ഉപനയന സംസ്കാരം നടന്നത്, അവൻ്റെ കൂടെ വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് പോയത്, ഇതൊക്കെ അമ്മ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ്റെ കഥ കേൾക്കണോ? ഭിക്ഷുവിൻ്റെ ചര്യയാണ് അവൻ സഞ്ചരിക്കുന്നത്. കുറേ കാലമായിട്ട് അവർ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം അടുത്തുള്ള അനാഥയായ ജ്ഞാനാമ്പാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിക്കുന്ന, ദരിദ്രയാണ് അവർ,
അവർക്കൊന്നും തന്നെ ഇല്ല, അനാഥയുമാണ്. അവർ താമസിക്കുന്ന വീട്ടിൽ ഭിക്ഷയ്ക്കായി ശ്രീശങ്കരൻ ചെന്നു അത്രേ. അവിടെ ചെന്ന് കൈനീട്ടിയപ്പോൾ ആ അമ്മയ്ക്ക് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് കൈനീട്ടിയപ്പോൾ ആ അമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ചെറിയൊരു നെല്ലിക്ക മാത്രമായിരുന്നു. ആ നെല്ലിക്ക കൊടുത്തപ്പോൾ ശങ്കരൻ വളരെ സന്തോഷപ്പെട്ടു. ശങ്കരൻ അവിടെ വെച്ച് സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ സ്തുതിച്ചപ്പോൾ അല്ലെ, നമുക്കറിയാം കനകധാരാസ്തവം അല്ലെ, കനകവർഷമുണ്ടായി. എന്തിൻ്റെ? നെല്ലിക്കയുടെ കനകവർഷമുണ്ടായി എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ള കഥകളൊക്കെ. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അടുത്ത ക്ഷേത്രത്തിലെ ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞിട്ടാണ് ആരറിയുന്നത്? സ്വന്തം അമ്മയായിട്ടുള്ള ആര്യാമ്പ അറിയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശങ്കരൻ വീട്ടിൽ അമ്മയോട് പങ്കുവെക്കാറില്ല, സംസാരിക്കാറില്ല. എന്തേ കാരണം? നമ്മൾ എന്തെങ്കിലും ഒന്ന് നേടിയാൽ, നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു നേട്ടം ഉണ്ടായാൽ നമ്മൾ ഉടനെ തന്നെ ആ സന്തോഷം അമ്മയുടെയോ അച്ഛൻ്റെയോ അടുത്ത് വന്ന് പങ്കുവെക്കാറുണ്ടല്ലേ. പക്ഷേ ശങ്കരൻ അതിനെക്കുറിച്ച് ഒരക്ഷരവും ആര്യാമ്പയോട് സംസാരിച്ചില്ല. എന്തേ കാരണം എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നാം, ഒരു പക്ഷേ ഈ സംസാരമൊക്കെ എത്തിച്ചേരുന്നത് സന്യാസം എന്ന് പറയുന്ന അവൻ്റെ ആഗ്രഹത്തിലേക്കാണ്. അമ്മയ്ക്ക് അവനെ സന്യസിപ്പിക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. സന്യാസമാണ് തൻ്റെ ദൗത്യം എന്ന് ശങ്കരൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്നെങ്കിലും അമ്മ അതിനെപ്പറ്റി ഒരക്ഷരവും മിണ്ടില്ലായിരുന്നു. അമ്മയ്ക്ക് അതിന് ഇഷ്ടവുമില്ലായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണ് നാളെ തന്നെ സന്യാസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം. എന്താ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? ആര്യാമ്പ ഓർത്തെടുക്കുകയാണ്. ആ തുറന്നിട്ട ജനാലകളിലൂടെ ആ സന്ധ്യ മയങ്ങിയിട്ടുള്ള ആ സമയത്ത് ആര്യാമ്പ ഓർക്കുകയാണ്. അന്ന് രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന് മകനെക്കുറിച്ച് ഓർക്കുന്ന ഒരു അമ്മയായിട്ട് മാറുകയാണ് ആര്യാമ്പം. ഓർക്കുന്നു ഇപ്രകാരം, അവനും താനും തമ്മിൽ കുളിക്കാൻ പോവുകയായിരുന്നു. കൂടെ കുട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് വലിയ മുതലകളൊക്കെ ഉള്ള വലിയൊരു പുഴയായിരുന്നു. അപ്പം എല്ലാവർക്കും അറിയാം, ദൂരെയൊന്നും പോയി ആരും നീന്താറൊന്നുമില്ല. അപ്പോൾ ഇവർ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യാമ്പ. ശങ്കരൻ പുഴയിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നു. അതേസമയം അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന അതേ വേളയിൽ ശങ്കരൻ അമ്മേന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് തൻ്റെ മകനെ ഒരു വലിയ മുതല പിടിച്ചിരിക്കുന്നു. അവിടെ തന്നെ ചോരത്തുള്ളികൾ കാണാമായിരുന്നു. രക്തത്തിൽ കലർന്ന ആ വെള്ളത്തിൻ്റെ നിറം മാറുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണം? അടുത്ത ആരും രക്ഷിക്കാൻ ആരും തന്നെയില്ല. ശങ്കരനോട് പറഞ്ഞതാണ് ദൂരെങ്ങും പോയി കുളിക്കരുത്, നീന്തരുത് എന്ന് പറഞ്ഞതാണ്. മുതലയുള്ള പുഴയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തു ചെയ്യുമെന്നറിയാതെ അവിടുന്ന് രണ്ടുപേരും ഉറക്കെ വിലപിക്കുകയാണ്. ശങ്കരൻ പറയുകയാണ്, അമ്മേ, ഈ മുതല കടിച്ചു ഞാൻ മരിക്കും, തീർച്ചയാണ്. അതിനു മുൻപ് ഞാൻ സന്യാസിയായിട്ട് മരിച്ചോട്ടെ അമ്മേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞു ശങ്കരൻ്റെ ഉള്ളിലുള്ള ആ ഒരു തപസ്സിൻ്റെ വൈഭവം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അമ്മേ, എന്തായാലും ഞാൻ മരിക്കും, ഈ മുതല കടിച്ചു ഞാൻ മരിക്കും, അതിനു മുൻപ് എന്നെ സന്യാസത്തിനൊന്ന് അനുവദിക്കൂ, അമ്മയുടെ അനുവാദമാണ് എനിക്ക് പ്രധാനം. നോക്കൂ, അവിടെ ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല, അവിടെ മറുപടി പറയാൻ സമയമെടുക്കാൻ പറ്റില്ല. കാരണം മുതല തൻ്റെ കുഞ്ഞിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രാണവേദന അമ്മയ്ക്കും സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അമ്മ വിചാരിക്കുകയാണ്, മകൻ നഷ്ടപ്പെടുത്തതിനേക്കാൾ നല്ലതല്ലേ അവൻ സന്യാസിയായിരുന്നാലും എന്ത് ചെയ്യുന്നത്, എവിടെയെങ്കിലും ജീവിക്കുന്നത്. അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കില്ല അത്രയ്ക്ക് അല്ലേ. പക്ഷേ മുതല കടി കൊണ്ട് അവൻ പ്രാണവേദനയോടെ പെടയുമ്പോൾ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല എങ്കിൽ പിന്നെ എനിക്കൊരു വിഷമം ഉണ്ടാവും. ഉടനെ അമ്മ പറഞ്ഞു, മനസ്സോടെ അമ്മ പറഞ്ഞു, ശരി, നീ സന്യാസിയായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതും ആ വാക്ക് പറഞ്ഞതും മുതല പിടിവിട്ടതും ഒരേ സമയമായിരുന്നു എന്നുള്ളതാണ്. ഓടി വന്ന് ശങ്കരൻ കരയിലേക്ക് കയറി അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മേ, അനുഗ്രഹം തന്നാലും ആശീർവദിച്ചാലും എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോഴും അമ്മയുടെ ഉള്ളിൽ അമ്മ കരയുന്നത് ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ നമുക്കറിയില്ല. മകനെ മുതലയിൽ നിന്നും പിടിവിട്ട് പ്രാണൻ അവൻ്റെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷം കൊണ്ടാവാം ഒരു പക്ഷേ അമ്മ കരഞ്ഞത്. ഒരു പക്ഷേ ഇനി തൻ്റെ മകൻ തൻ്റെ കൂടെ ഇല്ല എന്നും അവൻ സന്യാസിയായി പോകുമെന്നും വിചാരിച്ചിട്ടാണോ അമ്മ കരഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ് ആ ചിന്തയ്ക്ക്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കരൻ പറയുകയാണ്, അമ്മയെ വിട്ട് ഉപേക്ഷിച്ച് പോവാനൊന്നും എനിക്ക് സന്തോഷമുണ്ടായിട്ടല്ല, അമ്മയെ വിട്ട് ഉപേക്ഷിച്ച് പോകുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ദൗത്യം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. ഈ കയറി വന്ന ഉടനെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചിരുന്ന ആ സന്യാസധാര ആ കണ്ണിലൂടെ വർഷിക്കുന്നത് അമ്മയ്ക്ക് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അമ്മ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കരയില്ല അല്ലേ.
സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. സംസാരസാഗരം പറഞ്ഞ ഈ ലോക ദുഃഖത്തില്, ഈ ലോകസമുദ്രത്തില് നമ്മളെ പിടിച്ചിരിക്കുന്ന മുതല, നമ്മളെയൊക്കെ മുതല കടിച്ചിട്ടുണ്ട്, നമ്മളറിയുന്നില്ല. മുതലയുടെ വേദന, മുതല കടിയമർത്തുമ്പോൾ നമുക്ക് വേദനിക്കും. ആ വേദനിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും, ഇനി ഞാൻ എൻ്റെ എല്ലാ ദുഃഖവും ഭഗവാന്റെ കാൽക്കൽ ഈ ധർമ്മേശ്വരൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷെ അടുത്ത നിമിഷം മായയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആരാ മായ? മഹാമായയെ എന്നൊക്കെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന മഹാശക്തിയുടെ തന്നെ ഒരു രൂപം തന്നെയാണ് മായ. ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, നമ്മളെ ഭ്രമിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ ആവേശിച്ചിരിക്കുന്ന ഒരു സംഗതി മായ എന്ന് പേരിട്ടിരിക്കുന്നു. അതിന് എന്നാണ് പറയുക. യാതൊന്ന് ഇല്ലാത്തത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് മായ. നമ്മളിലൊക്കെ ആവേശിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കർമ്മമാകുന്ന മുതല നമ്മളെയൊക്കെ ഇങ്ങനെ പ്രാരബ്ധത്തിൻ്റെ സാഗരത്തിലേക്ക് പിടിച്ചു താഴ്ത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇനി ഭഗവാൻ ശിവൻ മാത്രമേ ആശ്രയമുള്ളൂ, ഭഗവതി മാത്രമേ ആശ്രയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുമെങ്കിലും അടുത്ത നിമിഷം വന്ന് മായ വായിലൊരു പഞ്ചസാര ഇട്ട് തന്നാൽ, ചെറിയൊരു മധുരം വെച്ച് തന്നാൽ, ആ അല്പസുഖത്തിൽ ഭ്രമിച്ച് നമ്മൾ ഇക്കഴിഞ്ഞതൊക്കെ മറന്നു പോകും. ഇത്രയും തീവ്രമായ ദുഃഖമൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ നമ്മളെ ഭ്രമിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് മായ. അതിനെ നിർവചിക്കാൻ തന്നെ സാധിക്കാത്ത വിധത്തിലാണ് അതിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ ശങ്കരൻ തൻ്റെ വൈഭവം കൊണ്ട് ഈ മായയെ അതിക്രമിച്ചവനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അമ്മ കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ പറയുന്ന കാര്യം ഇതായിരുന്നു, മകനെ ശങ്കര, നിൻ്റെ കല്യാണമാണ് അമ്മയുടെ ഇനി ഒരാഗ്രഹം. അത് മാത്രമേ അമ്മയുടെ ഒരു ആഗ്രഹമുള്ളൂ. ആ സമയത്തൊക്കെ മൗനം ദീക്ഷിച്ചു ശങ്കരൻ. കാരണം ശങ്കരൻ്റെ ഉള്ളിലൊരു സന്യാസഭാവമുണ്ടായിരുന്നു എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം അത് സത്യമായതുപോലെ മുതല പിടിച്ചു വിട്ടപ്പോൾ പിന്നീട് ആരായി മാറി? ശങ്കരൻ ആ ശരീരവികാര വിചാരങ്ങളെയൊക്കെ അതിക്രമിച്ച എല്ലാ ബന്ധങ്ങളെയും എല്ലാ കെട്ടുപാടുകളെയും അറുത്ത് സന്യാസത്തിൻ്റെ പടിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കോഴി കൂവണു. പുലർച്ചെയായി, നേരം വെളുത്തു. ആ നേരം വരെ അമ്മ ഉറങ്ങാതെ തൻ്റെ മകനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ കരയില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇനി ഒരിക്കലും ഒരു മുതലയായി അവനെ ഈ കർമ്മബന്ധത്തിൽ കെട്ടിയിടാൻ താൻ ഒരിക്കലും മുതിരില്ല എന്ന അമ്മ ദക്ഷിണാമൂർത്തിക്ക്, സാക്ഷാൽ പരമശിവന് വാക്കുകൊടുത്തതാണ്. അതനുസരിച്ച് അവനെ പോകാൻ അനുവദിക്കുക എന്നുള്ള അവൻ്റെ ആശീർവാദം മാത്രം, അവൻ്റെ ദീർഘായുസ് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഇരിക്കുകയാണ്. അപ്പോഴാണ് പൂജാമുറിയിൽ ചില അനക്കങ്ങളൊക്കെ കേൾക്കുന്നു. ശങ്കരൻ സന്യാസത്തിൻ്റെ പടികൾ കയറാൻ വേണ്ടി, ഈ ജഗത്തിൻ്റെ മുഴുവൻ ശ്വാസം സൃഷ്ടാവിൻ്റേതാണെന്ന് തന്നെ തെളിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ വേണ്ടി ഒരുങ്ങി വന്നു. ഉമ്മറത്തിണ്ണയിലേക്ക് ഒരുങ്ങി വന്നു. ഒരു ഇരുട്ടധികം മാറാത്തത് കൊണ്ട് അമ്മ ഒരു കൊടിവിളക്ക് അവന് കാണിച്ചു കൊടുത്തു. തൻ്റെ മകൻ അല്പം ഒരു വെളിച്ചം കൂടി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അമ്മ ആ കൊടിവിളക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ മാതൃഭാവം നമ്മളുടെ കാര്യമാണ് ഇങ്ങനെയെന്ന് ആലോചിച്ച് നോക്കൂ. ആര്യാമ്പയുടെ സ്ഥാനത്ത് നമ്മളെ പ്രതിഷ്ഠിച്ച് നോക്കൂ. ശങ്കരനെ തൻ്റെ മകനെ നമ്മൾ യാത്രയാക്കുകയാണ്. നമ്മൾ കരഞ്ഞില്ല. ആ ഉമ്മറത്തിണ്ണയിൽ ശങ്കരനെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മ പതുക്കെ ആ പടികൾ ഇറങ്ങുമ്പോൾ, ശങ്കര മകനെ സൂക്ഷിച്ചു പോണേ എന്ന് അമ്മ ദിവസവും പറയാറുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്ന് അവൻ ഭിക്ഷയ്ക്കായി പോകുമ്പോൾ അമ്മ പറയാറുള്ളതാണ്, മകനെ സൂക്ഷിച്ചു പോണേ. അതുപോലെ ഇന്നും അമ്മ പറഞ്ഞു. അമ്മ നോക്കി നിൽക്കെ പതുക്കെ ആ പാടവരമ്പുകളിലൂടെ പാതയുടെ ഏതോ അറ്റത്തേക്ക് ശങ്കരൻ നടന്ന് നീങ്ങുന്നത് അമ്മ തൻ്റെ ആഗ്രഹവും അഭിലാഷവും ഒക്കെ കണ്ണുനീരുകൊണ്ട് മറച്ചു വെച്ച്, അതിനെയും അടക്കി വെച്ച് അമ്മ ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ നിന്നും മകൻ ഒരു പൊട്ടുപോലെ അകന്നു പോകുന്നത് അമ്മ നോക്കി നിന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേശാടനം എന്ന് പറയുന്ന ആ ഫിലിം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദേശാടനം എന്ന് പറയുന്ന സിനിമ എത്ര ഭംഗിയായിട്ടാണ് ഈ ആശ്രമത്തെ, സന്യാസാശ്രമത്തെ വിവരിച്ചു വെച്ചിട്ടുള്ളത്. എത്ര ഭംഗിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് കണ്ടവരാരും കരയാതിരുന്നിട്ടില്ല അല്ലേ? അത് കണ്ണുനീരണിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സ്വന്തം പുത്രനെ പോലെ ആ കുട്ടിയെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതുപോലെ ആര്യാമ്പയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കൂ. ആ മകൻ ഇങ്ങനെ പതുക്കെ
ഈ ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്? അമ്മ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനി ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ ശങ്കരൻ ഒന്ന് നിന്നു അവിടെ. ഇത്രയും നേരം തിരിഞ്ഞു നോക്കാതെയുള്ളൊരു നടത്തമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നടന്നു കഴിഞ്ഞ് അവിടെ ഒരു ഭാഗത്ത് പോയപ്പോൾ അനങ്ങാതെ നിന്നു ശങ്കരൻ. എന്നിട്ട് എങ്ങലടിച്ച് കരയുകയാണ്. ആ 8 വയസ്സുള്ള കുട്ടി അവിടെ നിന്ന് നിലവിളിച്ച് കരയുകയാണ്. എന്താ കരയാൻ കാരണം? അമ്മേ മാപ്പ്. ഏകാന്തതയിൽ, കൂരിരുട്ടിൽ, പട്ടിണിയിൽ അമ്മയെ ഉപേക്ഷിച്ച് പോവുകയാണ്. എന്നാൽ പോവാതിരുന്നൂടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ദൗത്യമാണ്, ലക്ഷ്യമാണ്. അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നതിൽ അതിയായ സങ്കടമുണ്ട്. ആ സങ്കടത്തിൻ്റെ കടൽ ഇരമ്പി മറിയുകയാണ് ശങ്കരൻ്റെ ഉള്ളിൽ. ശങ്കരൻ ഒത്തിരി കരഞ്ഞു. അപ്പോഴാണ് ശംഖനാദം കേൾക്കുന്നത്. അവർ തൊഴാൻ പോകാറുള്ള ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു ശംഖനാദം പുലർച്ചയ്ക്ക് കേൾക്കുന്നു. ലൗകിക ബന്ധങ്ങളുടെ കെട്ടുപാടുകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ ദൗത്യം സ്വീകരിക്കുന്ന ശങ്കരന് ആശീർവാദം നൽകുകയാണോ ദക്ഷിണാമൂർത്തി എന്നുള്ള രീതിയിൽ ആ ശംഖനാദം കേട്ട് അതിനെ തൊഴുതു വണങ്ങി ശങ്കരൻ വീണ്ടും യാത്രയായി. അത് വെറും ഒരു യാത്രയൊന്നും ആയിരുന്നില്ല ശങ്കരൻ്റെ യാത്ര. ഭാരത ദിഗ്വിജയം, ശങ്കര ദിഗ്വിജയം എന്നൊക്കെ നമ്മൾ പുകഴ്ത്തി പാടാറുള്ള സനാതന സംസ്കൃതിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനായിട്ടുള്ളൊരു യാത്രയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് നിന്നിട്ടില്ല. എപ്പോഴും അമ്മ ശങ്കരനെ കാത്തിരിക്കാറുണ്ട്. ഉമ്മറത്തിണ്ണയിൽ ശങ്കരന് വേണ്ടി അമ്മ കാത്തിരിക്കാറുണ്ട്. ചക്രവാളങ്ങൾ കാണുമ്പോൾ, അതിനിടയിലൂടെ പക്ഷികൾ കൂട്ടിലേക്ക് തിരികെ ചേക്കേറുമ്പോൾ ഒക്കെ തൻ്റെ മകൻ ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയിൽ അമ്മ കാത്തിരിക്കാറുണ്ട്. ഒടുവിൽ പ്രതീക്ഷയറ്റ അമ്മ കരഞ്ഞില്ല. അമ്മ ശങ്കരൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനസ്സിലെടുത്ത തീരുമാനമാണ് താൻ ഇനി ഒരിക്കലും ഒരു മുതലയെ പോലെ കർമ്മപാശം കൊണ്ട് അവനെ ബന്ധിക്കില്ല, കരയില്ല എന്നുള്ളത്. ശങ്കരൻ പോകുന്നതിന് മുൻപ് അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അമ്മ ഏതു നിമിഷം സ്മരിച്ചാലും, ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ച അമ്മ ഏതു നിമിഷം സ്മരിച്ചാലും ഞാൻ അമ്മയുടെ അരികിലെത്താം എന്ന വാക്ക്, 8 വയസ്സുകാരൻ്റെ വാക്ക്, അത് വളരെ കൃത്യമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. അങ്ങനെ കാത്തിരിപ്പുകളൊക്കെ ഇങ്ങനെ ദിനങ്ങൾ അതിവേഗം വർഷങ്ങളായി മാറി. ദിവസവും അമ്മ വടക്കുനാഥനെ ദർശിക്കാനായിട്ട് പോകും. അപ്പോഴൊക്കെ അവിടെ സഞ്ചാരിയായ ഒരു ഭിക്ഷു വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ആ ഭിക്ഷു പറയുകയാണ്, ലോകം, ഭാരതം അദ്വൈതം കീഴടക്കിയിരിക്കുകയാണ്. ശ്രീശങ്കരൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ പുണ്യാത്മാവിൻ്റെ നാമമാണ് സർവത്ര മുഴങ്ങിക്കേൾക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ എത്രയെത്ര കൃതികളാണ് അവൻ രചിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആളുകൾ പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. സന്തോഷം കൊണ്ട്, സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് ആനന്ദത്തിൻ്റെ കണ്ണുനീരായി മാറി. തൻ്റെ മകനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലോ ജഗദ്ഗുരുവായി അവന് മാറാൻ സാധിക്കുമായിരുന്നു. അവൻ്റെ സർഗാത്മകതയെ തിരിച്ചറിയാതെ, അവൻ്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെ തിരിച്ചറിയാതെ താൻ അവനെ ലൗകിക ബന്ധങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ അത് അബദ്ധമായില്ലേ എന്നൊക്കെ അമ്മ ചിന്തിച്ച് അതോർത്തമ്മ സമാധാനിച്ച് അങ്ങനെ മടങ്ങുമായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ ദിനരാത്രങ്ങളൊക്കെ കഴിഞ്ഞു പോയി. 20 വർഷം വേഗം കഴിഞ്ഞു പോയി. ആര്യാമ്പ പതുക്കെ രോഗിയായി മാറി. ആര്യാമ്പ രോഗിയായി മാറി. പിന്നെ കിടപ്പിലായി. അവർക്കൊന്ന് ക്ഷേത്രത്തിൽ പോകാൻ വയ്യ. അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായ ഒരു സമയത്തിങ്കൽ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒലിച്ചു തുടങ്ങി. മരണവേദന ചാലിട്ടൊഴുകി തുടങ്ങി കണ്ണിലൂടെ. അവർക്ക് മനസ്സിലായി തൻ്റെ ശരീരം വെടിയാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന്. ആർക്ക് തോന്നി? ആര്യാമ്പയ്ക്ക് തോന്നി, ഇനി തൻ്റെ മകനെ വിളിച്ചു നോക്കിയാലോ. ഇത്രകാലം താൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പക്ഷേ ഈ സമയം എനിക്ക് മകനെ കാണണമെന്നുള്ള അതിയായ വാഞ്ച എൻ്റെ ഉള്ളിലിരുന്നു മന്ത്രിക്കുന്നു. മകനെ വിളിച്ചാലോ എന്ന് ആര്യാമ്പ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശങ്കര മകനെ എന്ന് ഉള്ളിൽ ഒന്ന് ആ ഒരു ശബ്ദം മുഴങ്ങിയപ്പോഴത്തേക്കും ശൃംഗേരി മഠത്തിൽ, ശൃംഗേരിയിൽ പൂജ കഴിഞ്ഞ് പതുക്കെ എഴുന്നേൽക്കുകയായിരുന്നു ശങ്കരൻ. പെട്ടെന്ന് ഉള്ളിലൊരു വിളി കേട്ടതുപോലെ, ദക്ഷിണാമൂർത്തയെ. അപ്പോഴാണ് ആ ചെറിയ ബാലകനായിട്ട് 20 വർഷം പുറകോട്ട് പോയി ശങ്കരൻ്റെ സ്മൃതികൾ. ഏകാന്തതയിൽ, പട്ടിണിയിൽ, പരിവട്ടത്തിൽ അമ്മയെ ഉപേക്ഷിച്ചു പോന്ന ആ കുട്ടിയായി. താൻ സന്യാസത്തിന് പടിയിറങ്ങുമ്പോൾ ഉമ്മറത്തിണ്ണയിൽ തനിക്ക് കൊടിവിളക്കേന്തി നിന്ന അമ്മയുടെ ആ മുഖം ശങ്കരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പറന്നെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുവരെ പോകാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഏകാന്തത്തിലിരിക്കുമ്പോഴൊക്കെ ശങ്കരൻ അമ്മയെക്കുറിച്ച് ഓർക്കാറുണ്ട്. അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുമോ? അമ്മ പട്ടിണിയിലാണോ? അമ്മയ്ക്ക് രോഗമുണ്ടോ? അമ്മയ്ക്ക് സുഖമായിരിക്കും എന്നൊക്കെ ആ പുത്രൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അമ്മയുടെ എപ്പോഴൊക്കെ പോകണമെന്ന് ശങ്കരൻ്റെ ഉള്ളിൽ മന്ത്രിക്കുമ്പോഴും പിന്നെ കൂട്ടാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പതാ അമ്മയുടെ വിളിയാണെന്ന് തോന്നുന്നു. ഭഗവാനെ, ദക്ഷിണാമൂർത്തി എന്നെ അമ്മയുടെ അരികിലെത്തിച്ചാലും എന്നുള്ളൊരു പ്രാർത്ഥന
ആ സമയം തന്നെ ശങ്കരൻ എവിടെ എത്തി? കാലടി തൻ്റെ ഇല്ലത്ത്, തൻ്റെ ഗൃഹത്തിൽ അതാ വാതിൽക്കൽ ദിവ്യനായൊരു പുരുഷൻ വന്ന് നിൽക്കണു. കണ്ണൊക്കെ ചുളിവുകൾ വീണ, ചാലുകൾ വീണ കണ്ണുകളായി മാറി, വാർദ്ധക്യവും ജരാനരയൊക്കെ ബാധിച്ച അമ്മ ഒന്ന് നോക്കുമ്പോൾ ഒരു ദിവ്യനായിട്ടുള്ള ഒരാളെ അവിടെ കാണാം. പക്ഷെ അത് തൻ്റെ പുത്രൻ ശങ്കരനാണെന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല. അത്ര കണ്ട് രോഗാതുരയായി മാറിയിരിക്കണു അമ്മ. അപ്പോഴാണ് ശങ്കരൻ വിളിക്കുന്നത്, അമ്മേ ശങ്കരനാണമ്മേ എന്ന് പറയാണ്. അപ്പം അമ്മ നോക്കുമ്പോൾ മനസ്സിലായി, ചെറിയ കുട്ടിയല്ല, പണ്ട് ആ 20 വർഷം മുമ്പേ ഇറങ്ങിപ്പോയ ആളൊന്നുമല്ല, കൊച്ചു ബാലനൊന്നുമല്ല, വലിയ ആചാര്യനാണ്. അമ്മയും തിരിച്ചു ശങ്കരൻ നോക്കുമ്പോൾ അമ്മയുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുന്നു. അമ്മ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നു, അമ്മയ്ക്ക് തീരെ വയ്യാതായിരിക്കുന്നു എന്ന് ശങ്കരന് മനസ്സിലായി. ഉടനെ തന്നെ ശങ്കരൻ അമ്മയുടെ അടുക്കൽ വന്ന് ആ കട്ടിലിനരികിൽ വന്ന് മുട്ടുകുത്തിയിരുന്ന് അമ്മയുടെ ആ ചുളിവുകൾ വീണ കൈകൾ, 2 കൈകളും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശങ്കരൻ പറയുകയാണ്, എനിക്ക് മാപ്പു തരൂ അമ്മേ എന്ന് പറയാണ്. അപ്പോഴും ശങ്കരൻ്റെ ഉള്ളിൽ ഒരു സങ്കട കടൽ ഇരമ്പുകയായിരുന്നു. അമ്മയെ ഉപേക്ഷിച്ച് ഇത്രയും കാലം പോയ ഈ മകന് മാപ്പു തരൂ അമ്മേ എന്ന് പറഞ്ഞ് ശങ്കരൻ കൂടി, ഒരു സന്യാസി കൂടി മാതൃത്വം എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രതിഭാസത്തിന് മുൻപിൽ നമസ്കരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമ്മളൊക്കെ പറയാറില്ലേ, അന്ത്യകാലത്ത് ആ സമയത്ത് മക്കളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, പക്ഷെ പല മക്കൾക്കും വരാൻ സാധിക്കാത്തൊരവസ്ഥയും പരിതസ്ഥിതിയും ഒക്കെ ഉണ്ടാവാം. ശങ്കരൻ ഒരു സന്യാസിയായിട്ട് കൂടി അമ്മയുടെ ആ ഒരു മരണസമയത്ത് എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ആ അമ്മയുടെ തപസ്സും ശങ്കരൻ്റെ തപസ്സും ചേർന്ന് ഒരേ വേവ് ലെങ്ത്തിലായി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശങ്കരൻ വന്നെത്തി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മരണം തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വേണ്ടി വിഷ്ണു ദർശനം സാധിച്ചു കൊടുത്തു, ഭഗവത് ദർശനം സാധിച്ചു കൊടുത്തു. ആര്? ശങ്കരൻ. വിഷ്ണു ഭുജംഗ പ്രയാതം ചൊല്ലി അമ്മയുടെ മുമ്പിൽ അതാ ചതുർബാഹുവായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു വന്ന് നിൽക്കുന്നു, ശങ്കരൻ വന്ന് നിൽക്കുന്നു. അല്ലേ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ആര്യാമ്പ മരിക്കുന്നതിന് മുൻപ് സാക്ഷാൽ ശിവശങ്കരന്മാരെ അല്ലെങ്കിൽ ശിവശങ്കരനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ കണ്ടിട്ടൊക്കെയാണ് അമ്മയുടെ കണ്ണുകൾ അടഞ്ഞത്. നമ്മളൊക്കെ മരണകാലത്ത് ഭഗവത് ദർശനം, ഭഗവത് സ്മരണ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്തേ നാരായണ സ്മൃതി, അല്ലേ? അവസാന കാലത്ത് നാരായണനെ ഭജിക്കൂ എന്ന് നമ്മളോട് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയില്ലേ ഭജിക്കാൻ? നമുക്ക് ഓർമ്മ വരില്ല, അല്ലേ? പ്രാരബ്ധത്തിൻ്റെ കെട്ടുപാടുകളിൽ കിടക്കുന്ന നമുക്ക് മരണസമയത്ത് എന്തേ ഓർമ്മ വരുള്ളൂ? എൻ്റെ ഭാര്യ, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത്, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരാറുള്ളൂ. ശ്രീ ശങ്കരാചാര്യർ തന്നെ യമഭയ നിവാരണ സ്തോത്രം എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭഗവാനെ പരമശിവ, ഞാനിതാ നിന്നെ പ്രാർത്ഥിക്കുകയാണ്. എപ്പോൾ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശങ്കരൻ പ്രാർത്ഥിക്കുകയാണ് അമ്മയെ, ശിവനെ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ഞാൻ മരണസമയത്ത് ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഉമാസഹിതനായി പ്രത്യക്ഷപ്പെടണേന്ന്. അപ്പം നമ്മളൊക്കെ വിചാരിക്കും, അതിനെന്തിനാ ഇപ്പം പ്രാർത്ഥിക്കണേ? ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലേ? ഇപ്പം നമുക്ക് പഠിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്, കളിക്കാനുണ്ട്, എന്തൊക്കെ ലൗകിക സുഖ ഭോഗ സംസ്കാരങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അതൊക്കെ അനുഭവിച്ചിങ്ങനെ നടക്കാനാണ് നമുക്കിപ്പോൾ താല്പര്യം. പക്ഷേ ഒരു 60-65 വയസ്സാവുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഇനി എന്ത്, ഇനി ആര്? അല്ലെങ്കിൽ മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയപ്പോഴാണ്. പുറത്തൊക്കെ മക്കളെക്കുറിച്ച് പറയും, അവൻ ആസ്ട്രേലിയയിലാണ്, അവൻ അമേരിക്കയിലാണ്, അവൻ ലണ്ടനിലാണ്, അവരൊക്കെ സെറ്റിൽഡാണ്, നന്നായിരിക്കണു. പക്ഷേ ഉള്ളിലൊരു വിങ്ങലുണ്ട്, ഇല്ലേ? ആരുമില്ല. വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കി വെച്ച് അതിൽ ഒരാള് അല്ലെങ്കിൽ 2 ആള്, ഇങ്ങനെയൊക്കെയാണ് താമസം. നമ്മൾ അനാഥരാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആരുമില്ല എന്ന തോന്നൽ. അപ്പോഴാണ് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങണേ. വല്ല അമ്പലത്തിലോ ആശ്രമത്തിലോ. ഇതുവരെ ക്ഷേത്രത്തിലേക്കൊന്നും പോകണമെന്ന് തോന്നിയില്ല, ഒരു സത്സംഗത്തിന് പോകണമെന്ന് തോന്നിയില്ല. അതുവരെ എന്തൊക്കെയോ കെട്ടിപ്പടുക്കാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള തത്രപ്പാടിൽ നമ്മളിങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് തോന്നിയേ, ആരോഗ്യം ക്ഷീണിച്ചു, ഒന്നിനും വയ്യാണ്ടായി. അപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഇനി ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലേ? ശ്രീശങ്കരൻ നമ്മളോട് പറയുകയാണ്, ഭഗവാനെ, മരിക്കാൻ കിടക്കണ സമയത്ത് എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്ത്? നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം.
അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. യമഭയ നിവാരണ സ്തോത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. അതിൽ ഇപ്രകാരം പറയുന്നു: ദയിതാ മമ ദുഹിതാ മമ ജനനീ മമ ജനകോ മമ കൽപ്പിതമതിസന്തതി മരുഭൂമിഷു നിരതം. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ എന്തേ ഓർക്കൂ? എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെയാ ഭഗവാനെ മരിക്കുക? അല്ലേ? ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ? ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റിയല്ലേ നമുക്ക്? ഉടുത്തിരുന്ന വസ്ത്രം പോട്ടെ, ഈ ശരീരമാകുന്ന വസ്ത്രത്തെ പോലും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അറിയാം, ഓർമ്മ വരുന്ന സമയമാണ്. ഭഗവാനെ അപ്പോഴും എന്താ ചിന്ത? ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ മരിക്കാനാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് ചിരിക്കാം. ആ സമയത്ത് യമഭടന്മാര്, ശങ്കരാചാര്യ സ്വാമികൾ പറയാണ്, യമഭടന്മാർ വരും. എങ്ങനെയാ? വലിയ ദംഷ്ട്രകളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് വാളൊക്കെ പിടിച്ചിട്ട്, നമ്മൾ ചില സീരിയലിലോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ യമകിങ്കരന്മാർ ഈ ദേഹത്തെ ദേഹിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ സന്ദർഭം, ആ സമയത്ത് അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലീം കൃതതാഠന പരിപീഡന മരണാഗമ സമയേ. അവര് നമ്മളെ ഭയപ്പെടുത്തുകയാണ് യമഭടന്മാർ. ഈ മരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പേടിക്കുന്നൊരു സന്ദർഭമാണ് അല്ലേ? നമുക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അനുഭവമില്ലെങ്കിലും ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ടാവും, മരണവേദനകൾ കണ്ടിട്ടുണ്ടാവും, സംസ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോഴും മരണഭീതി, ഇതൊക്കെ മാറ്റാനാണ് നമ്മൾ ഭാഗവതവും രാമായണവും ഒക്കെ എടുത്തു വെച്ച് പഠിക്കുന്നത്. മരണഭീതി മാറ്റാനാണ്. ഈ ശരീരമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. ഇതൊക്കെ പഠിച്ചാലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം അവിടെ ഒളിഞ്ഞിരിക്കുന്നു. അത് ശങ്കരാചാര്യ സ്വാമികൾ പുറത്തു കൊണ്ടുവരികയാണ്. ഭഗവാനെ ഇങ്ങനെയുള്ള സമയത്തും ഉമയാസഹ മമ ചേതസി യമശാസന നിവശൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം. ഞാൻ ഇതൊക്കെ ഈ ചുറ്റുപാടുകളിലും കെട്ടുപാടുകളിലും കെട്ട് മരണവേദന അനുഭവിക്കുമ്പോഴും ഉമാസഹിതനായി നീ എൻ്റെ മുമ്പിൽ വരണേ എന്ന് പ്രാർത്ഥന വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ ശങ്കരാചാര്യർ ശിവനോട് പ്രാർത്ഥിച്ചതാണ്. അപ്പം നമ്മൾ ഈ സമയം തന്നെ ചെയ്തു തുടങ്ങാം ഈശ്വരാരാധന, ഈ സമയം തന്നെ ചെയ്തു തുടങ്ങാം പ്രാർത്ഥനകൾ. ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. ദീപാരാധനയ്ക്ക് തൊഴുതു നിൽക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഓം നമഃ ശിവായ ചൊല്ലുന്നു, അമ്മമാരൊക്കെ നമഃശിവായ ചൊല്ലുന്നത് കണ്ടപ്പോൾ ആ സമയത്തെങ്കിലും നമ്മളെ ഭഗവാൻ ശിവനോട് ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നതിൽ അതൊക്കെയാണ് നമ്മളുടെ ധന്യമായിട്ടുള്ള കാര്യം. അല്ലാതെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും തന്നെ കാണാൻ സാധിക്കും, അവിടെ ശബ്ദം നാമജപത്തിന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവർ അവിടെ കയറി സംസാരിക്കും, നാട്ടുവർത്താനങ്ങളും വീട്ടുവർത്താനങ്ങളൊക്കെ പറയുന്നൊരു വേദിയായിട്ട് എന്തിനെ മാറ്റും? ക്ഷേത്രങ്ങളെ പോലും മാറ്റാറുണ്ട്. വളരെ വ്യത്യസ്തമായി ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ള ശങ്കരാചാര്യർ അമ്മയുടെ മരണസമയത്ത് സാക്ഷാൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി ഭഗവാൻ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടൊരു സന്ദർഭം ഉണ്ടാക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ആ ദർശനം. ഇത്രയും ഭാഗ്യമുള്ള മാതാവ് എവിടെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കരാചാര്യരെ പോലെ ഒരു പുത്രനും ആര്യാമ്പയെ പോലുള്ളൊരു ശ്രേഷ്ഠയായ മാതാവും നമുക്ക് അങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ. നമുക്ക് ആഗ്രഹമുണ്ടല്ലേ? അവിടെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഒരു ആചാര്യൻ പ്രഭാഷണത്തിന് വന്നപ്പോൾ അദ്ദേഹം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കൊക്കെ കൃഷ്ണൻ്റെ അമ്മയാവണം, ആർക്കൊക്കെ രാമൻ്റെ അമ്മയാവണം എന്ന് ചോദിച്ചപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും കൈ ഉയർത്തി. എനിക്ക് കൃഷ്ണൻ്റെ അമ്മയാവണം, ചിലർ എനിക്ക് കൃഷ്ണൻ്റെ അച്ഛനാവണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും. ഭഗവാൻ നമ്മളിലൂടെ പിറന്നു ഭൂമിയിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം. എല്ലാവരും കൈ ഉയർത്തി, എല്ലാവരുടെയും ആഗ്രഹം. അവർക്ക് സന്തോഷമായി ആചാര്യന്. അത് കഴിഞ്ഞ് കൈയൊക്കെ താഴ്ത്താൻ പറഞ്ഞു. എന്നിട്ട് ആചാര്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കൊക്കെ ജയിലിൽ കിടക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരൊറ്റ ആളും കൈപൊക്കിയില്ല. എന്തേ കാരണം? ഇത്രയും പുണ്യവതിയായ മാതാവാകണമെങ്കിൽ അവിടെ ത്യാഗങ്ങൾ അനവധി സഹിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു 10 നില കെട്ടിടം മുകളിലേക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം അല്ലേ? എത്ര ആഴത്തിൽ കുഴിക്കണം? അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര ദൃഢമായിരിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ജീവിതത്തിലും. നമ്മളൊക്കെ പലവിധ ത്യാഗങ്ങൾ സഹിച്ചവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവതാര പുരുഷന്മാരെ, കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കാൻ മാതാവും പിതാവും ഒക്കെ തയ്യാറാവണം എന്നുള്ളതിന് ഉത്തമമായ ദൃഷ്ടാന്തമാണ് മാതൃപഞ്ചകം. അങ്ങനെ ഒരു കാര്യം, അവിടെ വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണുകൾ അടഞ്ഞു, അമ്മയുടെ
ജീവൻ അമ്മയുടെ ദേഹി പരമശിവനിൽ വിഷ്ണുവിൽ വിലയം പ്രാപിച്ചു. പക്ഷേ അവിടെയുള്ള വൈദിക സമൂഹം, അന്ന് നമുക്കറിയാം ഉച്ചനീചത്വങ്ങളൊക്കെ നിലനിന്ന കാലഘട്ടം അല്ലേ, തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറഞ്ഞ് വൈദിക ധർമ്മം പോലും ദുഷിച്ച കാലഘട്ടത്തിലാണ് ശങ്കരൻ ജീവിച്ചിരുന്നത്. ദേശാടനത്തിന് പോയ മകൻ തിരിച്ചു വന്ന് അമ്മയുടെ ശരീരം തൊട്ട് അശുദ്ധമാക്കിയല്ലോ എന്ന് നാട്ടിൽ വാർത്ത പരന്നു. ഒരാൾ പോലും, അന്നത്തെ ഒരു വൈദി പോലും ശങ്കരൻ്റെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഭാഗവാക്കാവാൻ വന്നില്ല. ഒരാൾ പോലും അതിന് നേതൃത്വം കൊടുത്ത് ആ സംസ്കാരം, അന്ത്യേഷ്ടി എന്നാണ് പറയുക അല്ലേ, അന്ത്യേഷ്ടി എന്ന് പറയുന്ന ഷോഡശ സംസ്കാരത്തിൽ 16ാമത്തെ സംസ്കാരമാണ്. അതൊരു യജ്ഞമാണ്. മാതാപിതാക്കന്മാരെ വിധിയാവണ്ണം സംസ്കരിക്കുക എന്നുള്ളതൊരു പവിത്രമായ ആചാരമാണ്. അന്ത്യേഷ്ടി, അതിന് പേര് ഇഷ്ടി യജ്ഞം എന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പോലും ആരും കൂട്ടാക്കിയില്ല. അങ്ങനെയൊക്കെ നിലനിന്നിരുന്ന ദുഷിച്ച ഭാവങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. വിവേകാനന്ദ സ്വാമികളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്താ പറഞ്ഞേ, കേരളം അതറിയാം നമുക്ക്, ഭ്രാന്താലയമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അല്ലേ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമാണെന്ന് പറയുന്ന അവസ്ഥ അല്ലേ, ക്ഷേത്രപ്രവേശനമില്ലായ്മ, ആരാധനാ സ്വാതന്ത്ര്യമില്ലായ്മ, ഇതൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ശങ്കരൻ ആ പ്രതിസന്ധികളിലൂടെയൊക്കെ പോയി സന്യസിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ത്യാഗിയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും എന്നുള്ളതാണ്. അങ്ങനെ സ്വയം ഒരു സന്യാസിയായിരുന്നിട്ട് പോലും അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോടൊപ്പം മാത്രം അദ്ദേഹം രണ്ടുപേരും കൂടി ആ ശരീരമെടുത്ത് ചിതയിൽ വെച്ച് അഗ്നി ഉണ്ടാക്കിയിട്ടാണ് സംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിച്ചത്. അങ്ങനെ സംസ്കരിച്ച് അമ്മയുടെ ദേഹി അങ്ങ് സ്വർലോകത്തിൽ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ എത്തി ആ അഗ്നിയാളി കത്തുമ്പോൾ അമ്മയെ സ്തുതിച്ചുകൊണ്ട് ആ മകൻ എഴുതിയിട്ടുള്ള 5 പദ്യഭാഗങ്ങളാണ് മാതൃപഞ്ചകം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും നമ്മളൊക്കെ പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ അതൊക്കെ പഠിച്ചു നമ്മൾ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ വിചാരം ചെയ്യണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ആദ്യത്തെ ശ്ലോകം ഇതാണ്: ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച സംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യേ നമഃ. ശങ്കരൻ എഴുതിയ മാതൃപഞ്ചകത്തിലെ ആദ്യ ശ്ലോകം ഇതാണ്: ആസ്താം താവതീയം പ്രസൂതി സമയേ. പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ച വേദനകൾ, അത് പറയാൻ വയ്യ, അതവിടെ നിൽക്കട്ടെ അല്ലേ. നമ്മൾ ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൈസയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ആദ്യം വലിയ കടമാണോ നമ്മൾ വീട്ടാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ കടങ്ങളാണോ കൊടുത്തു തീർക്കുക? എന്താ ചെയ്യാം? ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം തീരട്ടെ, കുറേ പേരുടെ ചെറിയ ചെറിയ കടങ്ങൾ വിട്ടട്ടെ എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ പ്രസവ വേദനയെക്കുറിച്ച് എനിക്ക് പറയാനേ വയ്യ. അമ്മ അനുഭവിച്ച പ്രസവ സമയത്തുള്ള വേദനകളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല, അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ എന്നാണ്. ശൂലം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കുത്തിക്കീറി കഴിഞ്ഞാൽ, അതിന് കുത്തിത്തറച്ചൊരു ശൂലമുന നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വേദനയുണ്ടാവും. ദുർവാരമായത് എന്നാണ് പറയുന്നത്. ദുർവാരണം പറഞ്ഞാൽ എന്താ? ഒരിക്കലും നിവാരണം ചെയ്യാൻ പറ്റാത്ത വേദനയാണ് പ്രസവ വേദന. ഇത് അനുഭവിച്ചവർ, അനുഭവസ്ഥരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. പ്രസവ വേദന ആർക്കെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റുമോ? അത് അനുഭവിച്ച് ആ വേദനയിലൂടെ തന്നെ കടന്നു പോവുകയേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ആധുനിക സയൻസ് അല്ലേ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വേദനയില്ലാണ്ട് എങ്ങനെ പ്രസവിക്കാം എന്നൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ ചില ഫിലിം സ്റ്റാർസൊക്കെ വാടക ഗർഭപാത്രം എടുത്ത്. എന്നാലും ഈ ടെക്നോളജികളൊക്കെ വന്നാലും ഇത്തിരിയെങ്കിലും വേദന സഹിക്കാതെ പ്രസവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ശങ്കരൻ എങ്ങനെയാ അറിയാം? ശങ്കരൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശങ്കരൻ
നമ്മളും അതുപോലെ തന്നെയാണ്. ഇതൊക്കെ അനുഭവിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലും പുരുഷന്മാരാണെങ്കിലും വീട്ടിൽ കൂട്ടുകുടുംബമൊക്കെ ആവണമെങ്കിൽ ഒരു പ്രസവം നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻസ്, നമ്മൾ അനുഭവിക്കുന്ന വറീസ് എത്രമാത്രം. അതൊന്ന് പ്രസവം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ആ ഗർഭിണിയുടെ നിലവിളി, അവരനുഭവിക്കുന്ന ത്യാഗം, ശൂലം പോലെയുള്ള മുന കൊണ്ട് കുത്തിക്കീറുന്ന വേദന, എല്ലുകളൊക്കെ ഒടിയുന്ന വേദന, ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരമ്മ ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹം ഈ മാതൃപഞ്ചകത്തിൽ ഈ ശ്ലോകത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിൽക്കട്ടെ പേറ്റുനോവിൻ്റെ കഥ, രുചി കുറയും കാലം ഏറും ചടപ്പും, പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും, തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ള ഒരമ്മേ തൊഴുന്നേൻ. അമ്മയുടെ ഗർഭത്തിൻ്റെ കൂലി കൊടുക്കാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? ഇന്നൊക്കെ ആധുനിക യുഗത്തിൽ ചില മക്കളൊക്കെ അങ്ങനെയാണ്. നിങ്ങളുടെ പ്രസവിച്ചതിൻ്റെ നൊന്ത് പ്രസവിച്ചതിൻ്റെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ പ്രസവിച്ചതിൻ്റെ ആ കൂലി, അമ്മ ചുമടെടുത്തതിൻ്റെ കൂലി ഇതാ എന്ന് പറഞ്ഞ് കൊടുത്ത് അമ്മയെ വഴിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളുടെ നടയിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു ഉപഭോഗ സംസ്കാരം ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഇന്ന് മാതൃപഞ്ചകത്തിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ള കാലം അതിക്രമിച്ചു കളഞ്ഞു. ഇന്ന് മാതൃദിനം നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണേ. നമ്മുടെ ഇതിൽ മാതൃദിനമൊന്നുമില്ല. ഇപ്പം എല്ലാത്തിനും ദിവസങ്ങളാണ്. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ, സിസ്റ്റേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ഇതൊക്കെ ആഘോഷിച്ച് ഒരു ഡേയും ഇല്ലാത്തവരായിട്ട് മാറുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഭാരതീയരെ സംബന്ധിച്ച് എന്തിന് മദേഴ്സ് ഡേ? നമ്മൾ അച്ഛനെയും അമ്മയെയും കണി കണ്ട് ഉണരുന്നു, അവരെ നമസ്കരിച്ചിട്ടാണ് ഭാരതീയരുടെ ഒരു ദിവസം തുടങ്ങേണ്ടതും. ഇന്നതൊക്കെ മറന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നുള്ള പാഠങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. പിന്നെ നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കും, അത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടിയത് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു പിക്ചർ, അതിന് 2 പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ പിക്ചർ 1 ചിത്രം നമ്പർ 1 അതിൽ കാണാൻ സാധിക്കും ഒരമ്മയും 2 ചെറിയ കുട്ടികളും. അപ്പോൾ ഈ 2 കുട്ടികൾ അമ്മയുടെ 2 കൈയിലും പിടിച്ച് വലിക്കുക. ഒരു കുട്ടി പറയണേ ഇത് എൻ്റെ അമ്മയാണെന്ന്, അപ്പോൾ അവൻ പറയാണ് അല്ല എൻ്റെ അമ്മയാണെന്ന്. ഇങ്ങനെ സ്നേഹമസൃണമായൊരു ചിത്രം മദേഴ്സ് ഡേക്ക്. വളരെ സന്തോഷം. അടുത്ത പിക്ചർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്മ വാർദ്ധക്യം വന്നു, തലമുടിയൊക്കെ പാറിപ്പറന്ന് നരച്ചു, ചുളിവുകൾ വീണ ദേഹം അമ്മ നിൽക്കുന്നുണ്ട്. മുതിർന്ന ഈ കുട്ടികൾ തന്നെ മുതിർന്നു, വലിയ മക്കളായി മാറി. അതാണ് പിക്ചർ നമ്പർ 2. അപ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത്, അതിലൊരു പുത്രൻ പറയണ നിൻ്റെ അമ്മ നീ എടുത്തോ. അപ്പോൾ അവൻ അവിടെ നിന്ന് ഉന്താണ് നിൻ്റെ അമ്മ, എൻ്റെ അമ്മയല്ല നിൻ്റെ അമ്മ. നേരത്തെ എൻ്റെ എന്ന് പറഞ്ഞവർ നിൻ്റെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇതേറെ ചിന്തിപ്പിക്കുന്നൊരു ചിത്രമായിരുന്നു, അല്ലേ? ഇന്ന് യൂസ് ആൻഡ് ത്രോ ആണ്. ഉപയോഗിക്കുക, ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുക. നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പേന ഉപയോഗിക്കുന്നു, അതിൻ്റെ മഷി തീർന്നപ്പോൾ അതിനെ വലിച്ചെറിഞ്ഞു. എന്തെങ്കിലും വാങ്ങിക്കഴിച്ചു, പ്ലാസ്റ്റിക് പേപ്പറാണ്, പരിസരം നോക്കുന്നില്ല, പ്രകൃതിയെ ആലോചിക്കുന്നില്ല, വലിച്ചെറിഞ്ഞു. യൂസ് ആൻഡ് ത്രോ. അതുപോലെ അമ്മയും അച്ഛനെയും ആവശ്യമുള്ള സമയത്ത്, അവരുടെ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയും അച്ഛനെയും അവരെ നമുക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് അവരെ കൊണ്ടൊരു ഗുണമില്ല. കാരണം ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞു, അവരെ കൊണ്ടൊന്നിനും പറ്റില്ല. അതുകൊണ്ട് വല്ല ക്ഷേത്രങ്ങളുടെ നടയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്ന് ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമുകളിലാണ് കൊണ്ട് ഉപേക്ഷിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത്രടം വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പാശ്ചാത്യ സംസ്കാരത്തിൽ പാശ്ചാത്യരെന്താ പഠിപ്പിച്ചിരിക്കണത്? ഈ ലോകത്തുള്ളത് മുഴുവൻ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അതിനെ യഥേഷ്ടം സ്വീകരിക്കാം, ഭോഗം ചെയ്യാം എന്നാണ്. എല്ലാം എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈന്ദവ സംസ്കാരമോ ഒരു പുല്ലിലും പൂവിലും അണുവിലും എല്ലാത്തിലും പുഴുവിലും ഒക്കെ നമ്മൾ ഈശ്വരനെ കാണുന്ന വലിയ ദാർശനിക ചിന്ത. അപ്പം നമ്മൾ വൈദേശിക സംസ്കാരത്തെ സ്വീകരിച്ച് നമ്മുടെ സംസ്കാരത്തെ പുറത്താക്കിയപ്പോൾ നമുക്ക് മദേഴ്സ് ഡേ ആവശ്യമായി വന്നു. അമ്മയെ ആലോചിക്കാൻ. അമ്മയുമായി ഒരു സെൽഫി എടുത്തു, ഫേസ്ബുക്കിലെടുത്തു, അല്ലേ? അച്ഛനുമായിട്ടൊരു സെൽഫി എടുത്തു, ഫാദേഴ്സ് ഡേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്നുമുള്ള വാത്സല്യവും സ്നേഹവും എത്ര പേർക്കുണ്ട്? ഇന്നത്തെ പരിതസ്ഥിതികൾ അതിനെ അനുവദിക്കുന്നുമില്ല കേട്ടോ.
ഇപ്പം ഞാൻ വരുന്നത് നിങ്ങൾക്കറിയാം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ്. ധാരാളം ആളുകൾ പിതൃതർപ്പണം ചെയ്യുന്ന ഒരു സന്നിധാനത്തിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ അവിടെ രാവിലെ പിതൃതർപ്പണം ചെയ്യാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേരും. അപ്പോൾ കഴിഞ്ഞ മാസവും മറ്റേ ഒരാൾ ഫ്രാൻസിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഓൺലൈനായിട്ട് തർപ്പണം ചെയ്യാൻ പറ്റുമോ, ബലിതർപ്പണം ചെയ്യാൻ പറ്റുമോ? ഇന്ന് അതിന് ചിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്നത് ജനറൽ കോമൺ ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യവും ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ മകന് ഭാര്യയ്ക്കും തൻ്റെ അമ്മയുടെ ശേഷക്രിയകൾ ചെയ്യാൻ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരൊന്ന് ആലോചിച്ചിട്ട് പറ്റില്ല എന്ന് പറയാൻ പാടില്ലല്ലോ, അത് യജ്ഞമാണെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ശരി, എന്തിലാണെങ്കിലും ശരി ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പാഴ്സലായിട്ട് ആ ചിതാഭസ്മമൊക്കെ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അയച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു ബോട്ടിലാക്കിയിട്ട് അവരുടെ ചിതാഭസ്മമൊക്കെ അയച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്ത് ഓൺലൈനിലൂടെ തർപ്പണം നടത്തി കൊടുത്തു എന്ന്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കാര ക്രിയകൾക്ക് പോലും ശേഷക്രിയകൾക്ക് പോലും വരാൻ സാധിക്കാത്ത മക്കളായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ്, മക്കൾ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ നമ്മളെടുത്തില്ല, നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് അല്ലേ? ഭാരതഭൂമിയെ വിട്ട് തന്നെ അവർ പോയിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ സംസ്കാരം ഉണ്ടാവണമെന്ന് ആര് ചിന്തിക്കണം? നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ നമ്മൾ മാതാവുള്ളൂ. ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും എന്നാണ് കവി പാടിയിട്ടുള്ളത്. ഏത് ലോകത്ത് നമ്മളുടെ പ്രാരബ്ധപ്പടി പോകാൻ നമുക്ക് തോന്നിയാലും അവിടെയൊക്കെ എന്ത് വേണം? നമ്മുടെ ഗ്രാമത്തിൻ്റെ തുടിപ്പ്, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മൾ പിറന്ന വീട്, ഇതിനോടൊക്കെയുള്ള ഒരു ബന്ധം വേണം എന്നുള്ളതാണ്. ശങ്കരൻ സന്യാസിയായിട്ട് പോലും, സർവസംഘ പരിത്യാഗിയായിട്ട് പോലും ആ വൈകാരിക ബന്ധത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത ആധ്യാത്മിക പാഠങ്ങളാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ശങ്കരൻ പറയാണ്, ആസ്താം താവതീയം പ്രസൂതി സമയ ദുർവാര, അതായത് നിവാരണം ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ രണ്ട് കയ്യിലും അല്ലെങ്കിൽ ഒരു കയ്യിൽ ലഗേജ് വെച്ചിട്ട് നമ്മൾ നടന്നു പോവാണ്. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഈ കൈ കനക്കാൻ തുടങ്ങും. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റി പിടിക്കും അല്ലേ? ഈ ഗർഭമാകുന്ന ആ ഒരു ഭാരത്തെ അമ്മ മാറ്റി വയ്ക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. ഇങ്ങനെ എത്രയെത്ര ത്യാഗങ്ങളാണ്. നൈരുച്യം എന്നിവിടെ പറയുന്നു, രുചിക്കുറവുകൾ. അമ്മയുടെ നാവിനെന്തില്ല? രുചി ഉണ്ടാവില്ല. പല ഭക്ഷണങ്ങളും കഴിച്ചു നോക്കി, ഒക്കെ ഛർദ്ദിച്ച് പുറത്തു പോകുന്നു, ഒന്നും വായിക്ക് പിടിക്കുന്നില്ല. അപ്പോഴാണ് തോന്നുന്നത് എന്തൊക്കെ എരിവും പുളിവുള്ളതൊക്കെ കഴിക്കണം, വായിക്ക് പിടിക്കുന്ന പുളിപ്പുള്ളതും എരിവുള്ളതും കഴിക്കണം. അപ്പോഴാണ് അവിടുത്തെ കാരണവന്മാർ പറയണത്, അയ്യോ ഇതൊന്നും കഴിക്കാൻ പാടില്ല, കുട്ടിക്ക് ദോഷമാണ്. അപ്പോൾ തൻ്റെ കുട്ടിക്ക് വേണ്ട, അത് ദോഷമാണെന്ന് അറിഞ്ഞാൽ ഉടനെ അമ്മ തൻ്റെ സ്വാർത്ഥ രുചികളെ പോലും ഉപേക്ഷിക്കണു. ഇന്നങ്ങനെയാണോ? അതാണ് ശങ്കരനെ പോലൊരു മാതാവും, അല്ല ശങ്കരൻ്റെ അമ്മയെ പോലൊരു മാതാവും, ശങ്കരൻ എന്ന പുത്രനെ പോലൊരു പുത്രനും ഉണ്ടാവണമെങ്കിൽ അവർ സഹിച്ച ത്യാഗങ്ങളുടെ ഒരു ഭാവമാണ് ഇതിനുള്ളത്. നൈരുച്യം, തനുശോഷണം, ശരീരമൊക്കെ ശോഷിക്കും അല്ലേ? ശരീരമൊക്കെ ക്ഷീണിക്കും. ഗർഭിണികളായ അമ്മമാർ ആ ശരീരമൊക്കെ അവർക്ക് എങ്ങനെ നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല, ആരോഗ്യമില്ലാത്ത പോലെ തോന്നും. ചടപ്പ് എന്നൊക്കെയാണ് അവരതിനെ നാട്ടിൻപുറത്തെ ഭാഷകളിലൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കൃതിയുണ്ട്, പിണ്ടനന്ദി എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിണ്ടനന്ദി. വളരെ കുറച്ച് 10 പദ്യഭാഗങ്ങളെ മറ്റേ ഉള്ളൂ, നമ്മൾ വായിക്കണം. അതിൽ ഗർഭമായിരുന്ന സമയത്ത് അമ്മ, ഞാനൊരു പിണ്ടമായിട്ടൊരു മാംസപിണ്ഡമായിട്ട് അമ്മയുടെ വയറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാനൊരു മാംസപിണ്ഡമാണ്. ഞാൻ അമ്മയുടെ വയറ്റിൽ ഒരു മാംസപിണ്ഡമായി ഉണ്ടായിരുന്ന നാളുകൾ. 5-ാം മാസം ആകുമ്പോഴത്തേക്കും കണ്ണ് വന്നു, കാത് വന്നു, മൂക്ക് വന്നു, നാക്ക് വന്നു, ത്വക്ക് ഡെവലപ്പായി, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ വന്നു. എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലെത്തി. ആ സമയത്ത് ഈ ഗർഭപാത്രത്തിൽ എന്നെ സംരക്ഷിച്ചു. പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും ത്യാഗം അമ്മ സഹിച്ചിട്ടുണ്ട്. ഇത്രയും ത്യാഗത്തിലൂടെ എന്നെ നോക്കിയതാരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അതുകൊണ്ട് ഞാനൊരു നന്ദി പറയട്ടെ എന്ന് പറഞ്ഞ്, അതാണ് പിണ്ടനന്ദി. ഞാനൊരു മാംസപിണ്ഡമായ സമയത്ത് എന്നെ സംരക്ഷിച്ച ഈശ്വര, ഞാൻ പുറത്തു വന്നപ്പോൾ അങ്ങയ്ക്കുള്ള കൃതജ്ഞത ഇതാ
രേഖപ്പെടുത്തുന്നു. നിശ്ചയമായും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു നോക്കൂ. അവർക്ക് മാതൃത്വം, പിതൃത്വം, ആചാര്യൻ, ഗുരു എന്നുള്ള സങ്കല്പങ്ങളൊക്കെ തെളിഞ്ഞു വരും. ശങ്കരൻ അതാണ് പറയണത്, കുപുത്രോ ജായതേ, മോശമായ മക്കളുണ്ടാവാം, പക്ഷേ ക്വചതപി കുമാത അന്നഭവതി, ഒരിക്കലും ഒരു സ്ത്രീ ദുഷിച്ചിരിക്കാം, അവൾ വേശ്യാവൃത്തി ചെയ്തിരിക്കാം, പക്ഷേ പ്രസവിച്ച് അവളൊരു മാതാവാണെങ്കിൽ അവൾ ചീത്തയല്ല എന്നാണ് പറയുന്നത്. കുപുത്രോ ജായതേ, ദുഷിച്ച മക്കളുണ്ടാവാം, പക്ഷേ ഒരു സ്ത്രീ മാതാവാണെങ്കിൽ അവൾ ഒരിക്കലും ചീത്തയല്ല എന്നാണ് ശങ്കരാചാര്യരുടെ വാക്കുകളാണോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ പ്രസവവേദന, ശൂലവ്യഥയാകുന്ന പ്രസവവേദനയൊക്കെ അനുഭവിച്ച അമ്മ വന്നു. നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ലഗേജ് കൊണ്ടുപോയിട്ട് നമ്മുടെ ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അത് എടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു കൂലിയെ വിളിക്കും. നിമിഷ നേരം കൊണ്ട് അവരതൊരു ട്രെയിനിലെത്തിക്കും നമ്മുടെ ലഗേജിനെ. അപ്പം അവർ വാടക കൊടുക്കും, അല്ലെ, അവർക്കതിൻ്റെ കൂലി കൊടുക്കും നമ്മൾ. പക്ഷേ ഈ ഗർഭമാകുന്ന ചുമടെടുത്തതിൻ്റെ കൂലി എത്ര യോഗ്യനായ ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോദാതും നിഷ്കൃതി, നമ്മൾ ചെയ്ത കൃതിക്കുള്ള പ്രതിഫലം നിഷ്കൃതി, ഒരിക്കലും എത്ര യോഗ്യനായിട്ടുള്ള മകനാണെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അമ്മയെ ഞാനിതാ നിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതാരാ പറയണേ? ജഗത്തിൻ്റെ തന്നെ ഗുരുവായി പരമപവിത്രമായ സന്യാസാശ്രമത്തിൽ സ്ഥിരമായിട്ടുള്ള ശങ്കരാചാര്യരുടെ വാക്കുകളാണ്. എത്ര ഉന്നതനായ മക്കളായിക്കോട്ടെ, അമ്മയുടെ ഗർഭത്തിൻ്റെ കൂലി കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഞാനിതാ അമ്മയുടെ മുമ്പിൽ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആ ശ്ലോകം ഇങ്ങനെ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ തു ദൃഷ്ട്വാ യദി സമുചിതവേഷം പ്രാരുതോ മാം ത്വമുച്ചൈഃ ഗുരുകുലമത സർവം പ്രാരുദത്തേ സമക്ഷം സപദി ചരണയോസ്തേ മാതരസ്തു പ്രണാമഃ. നോക്കൂ, ഇവിടെ ശങ്കരൻ ആലോചിക്കുകയാണ്. അമ്മയെക്കുറിച്ച് സ്തുതിച്ച് അമ്മയുടെ സംസ്കാര വേളയിലാണ് ശങ്കരൻ ഇത് എഴുതുന്നത്. അപ്പോൾ ശങ്കരൻ ആലോചിക്കണു, ഞാൻ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയം, കാലടിയിൽ ദൂരെ എവിടെയെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചു പഠിക്കുകയായിരുന്നു, അല്ലേ? അതിനൊരു മഹത്വമുണ്ട്. ഗുരുവിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ നമ്മുടെയും കഷ്ടപ്പാടാണ്, അവിടുത്തെ ദുഃഖം നമ്മുടെയും ദുഃഖമാണ്. അങ്ങനെയൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ദിവസം രാവിലെ അമ്മ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ശങ്കരൻ്റെ അമ്മ. എന്താ സ്വപ്നം? യതി സമുചിത വേഷം, സന്യാസിയായിട്ട് തൻ്റെ പുത്രൻ തന്നെ വിട്ട് പോയി കഴിഞ്ഞു. ഗുരുകുലത്തിൽ പഠിക്കാൻ വിട്ടതാണ്, പക്ഷെ സന്യസിച്ച് പോകുന്നൊരു സ്വപ്നം കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല. തന്നെ ഏകാന്തത്തിൽ ആഴ്ത്തിയിട്ട് ശങ്കരൻ പോയോ എന്ന് പറഞ്ഞ് നേരം വെളുത്തയുടനെ തന്നെ ഗുരുകുലത്തിലേക്ക് അമ്മ നടന്നു. നിലവിളിച്ചുകൊണ്ട് ഗുരുകുലത്തിലേക്ക് ഓടിയെത്തി ശങ്കരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ കരയുകയാണ്. അവിടെ ഉണ്ടായിരുന്നു ശങ്കരൻ. ശങ്കരനെ ആലിംഗനം ചെയ്തുകൊണ്ട് അമ്മ കരഞ്ഞു. ശങ്കരായ അമ്മയെ ഒറ്റയ്ക്കാക്കി, അമ്മയെ തനിച്ചാക്കി പോകല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഈ സമയം അവിടെയുള്ള കുട്ടികൾ, ബാക്കിയുള്ള ശങ്കരനോടുകൂടി പഠിക്കുന്ന മറ്റു കുട്ടികൾ എല്ലാവരും കരഞ്ഞു. ഗുരുകുലത്തിലെ മറ്റു വിദ്യാർത്ഥികൾ, എന്തിനേറെ പറയുന്നു, ഗുരുനാഥൻ ഉൾപ്പെടെയുള്ളവർ മുഴുവൻ നിന്നു തേങ്ങിക്കരഞ്ഞു. അമ്മ എന്തിനാ കരയുന്നതെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ അമ്മയുടെ ആ സ്നേഹത്തിന് മുമ്പിൽ, അമ്മയുടെ ആ വാത്സല്യത്തിന് മുമ്പിൽ ഗുരുകുലം മുഴുവൻ നിന്നു തേങ്ങിയത് ഞാനിതാ അമ്മയെ ഓർക്കുന്നു. ഗുരുകുലം അധസർവം പ്രാരുദത്തേ സമക്ഷം സപതി ചരണയോസ്തേ മാതരസ്തു പ്രണാമഃ. അങ്ങനെയുള്ള അമ്മയെ, അങ്ങനെയുള്ള സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ എൻ്റെ അമ്മയെ ഞാനിതാ അമ്മയെ നമസ്കരിക്കണോ എന്ന് പറഞ്ഞു ശങ്കരൻ എഴുതുകയാണ്. നോക്കൂ, അമ്മയുടെ കരുതൽ ധനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ പലപ്പോഴും വൈകും. അപ്പോൾ അതാ എൻ്റെ അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വളർച്ചാ കാലഘട്ടങ്ങളിലൊക്കെ അമ്മയുടെ ആഗ്രഹത്തിനൊക്കെ ഒത്തുയരാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഒരു പക്ഷേ അമ്മയുടെ ആഗ്രഹത്തിൽ നമ്മൾ വളരുമ്പോഴത്തേക്കും അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. അങ്ങനെ ഒരു വളരെ വൈകാരികമായിട്ട് ഈ ചിത്രം നമ്മുടെ ഉള്ളിലൂടെ കടത്തിവിട്ട് നോക്കൂ. എത്ര വലിയ ആധ്യാത്മികതയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു ജീവിതത്തിൻ്റെ പങ്കപ്പാടുകൾക്കിടയിൽ ഒരു മകനെ വളർത്തുന്ന കണ്ണ് പൊട്ടിയായിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു അത്രേ. ഒരു ഒറ്റക്കണ്ണിയായ ഒരമ്മ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾക്കിടയിൽ 4-5 വീട്ടിലൊക്കെ പോയി പണിയെടുത്തിട്ടാണ് അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. രാവിലെ അവൻ പോകുമ്പോൾ എവിടെ നിന്നൊക്കെയോ വീട്ടിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണം അവന് ഒരു ഇലപ്പൊതിയിലൊക്കെ ആക്കിയിട്ട് അമ്മ കൊടുത്തു വിടാറുണ്ട്.
അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുവിടാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. അന്നത്തെ ഏതോ തിരക്ക് കാരണം എങ്ങനെയൊക്കെയോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ ഒരു ഉച്ച സമയമാകുമ്പോൾ അവൻ്റെ സ്കൂളിനെ ആ വേലിക്കെട്ടിനരികിൽ നിന്ന് അവനെ ക്ലാസ് റൂമിലേക്ക് നോക്കിയിട്ട് അമ്മ വിളിച്ചു, ഉണ്ണി ഇതാ നിൻ്റെ ഭക്ഷണം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം എല്ലാവരും ജനാലയിലൂടെ നോക്കി, കുട്ടികൾ മുഴുവൻ നോക്കി, ആരാ വിളിക്കണേ നോക്കിയപ്പോഴാണ് മനസ്സിലായത് തലമുടികളൊക്കെ പാറി പറന്ന് മുഷിഞ്ഞ വേഷം ധരിച്ച് വിയർത്തൊലിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പൊതി ചോറുമായിട്ട് ഇതാ സ്കൂളിൻ്റെ ജനാലക്കരികിൽ നിൽക്കുന്നു. നോക്കിയപ്പോണ്ട് ഒരു കുട്ടി ഇറങ്ങിപ്പോയിട്ട് ആ പൊതി അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി തിരിച്ചു പോരുന്നു. ഇതാണ് സന്ദർഭം. ഇത് കണ്ട ഉടനെ തന്നെ അത് കഴിഞ്ഞ് ഈ കുട്ടിയെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. എന്തേ കളിയാക്കണേ? ഒറ്റക്കണ്ണിയുടെ മകൻ, നീ ഒറ്റക്കണ്ണിയുടെ മകനല്ലേ, നീ ഒറ്റക്കണ്ണിയുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു വിഷമുണ്ടാക്കി വെച്ചു മനസ്സിൽ. അപ്പോൾ ഇത് വിളിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടികളെയൊക്കെ കളിക്കാൻ വിടുമല്ലോ ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ കുട്ടികളൊക്കെ കളിക്കാൻ പോയ സമയത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇവനെ ഒറ്റക്കണ്ണിയുടെ മകനെ എന്ന് വിളിച്ചവനെ ഒരു കല്ലെടുത്ത് അവൻ്റെ തലയിലേക്ക് കുത്തി ചോരയൊലിച്ചൊഴുകാൻ തുടങ്ങി. സ്കൂൾ ആകെ ഇളകി മറിഞ്ഞു. അധ്യാപകരും അധികൃതരൊക്കെ ഓടി വരുമ്പോഴത്തേക്കും ഇവൻ രക്ഷപ്പെട്ട് എവിടെയൊക്കെയോ ഓടി, എവിടെയോ വഴിയിലെത്തി, അറിയില്ല. കള്ളവണ്ടി കയറി അന്ന് തന്നെ നാട് വിട്ടു. നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെയോ പോയി. അന്ന് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പഠിച്ചു, രാവും പകലൊക്കെ പണിയെടുത്ത് ഉള്ള സമയം കൊണ്ട് പഠിച്ച് നല്ലൊരു ജോലി ചെയ്ത് വലിയ ബിസിനസ് മാഗ്നറ്റായി. വലിയ ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിൽ വിലസുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ ഈ കഥകളൊക്കെ സ്കൂളിൽ അറിഞ്ഞു. സ്കൂളിൽ അദ്ദേഹത്തിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഒരു വളർച്ച, കഠിനാധ്വാനത്തിൻ്റെ വളർച്ചയൊക്കെ നാട്ടിലറിഞ്ഞു. അപ്പോൾ ശരിയാണ്, ഇദ്ദേഹത്തിനൊരു സ്വീകരണം നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്ന് സ്കൂൾ അധികൃതർ തീരുമാനിച്ച് ഇദ്ദേഹത്തിനൊരു കത്തെഴുതി. അങ്ങനെ കത്ത് കിട്ടിയപ്പോൾ ഇയാൾക്ക് സന്തോഷമായി, നാട്ടിലേക്ക് വരാലോ. അന്ന് അമ്മയെ ഒറ്റക്കണ്ണീന്ന് വിളിച്ചത് കൊണ്ട് കൂട്ടുകാരനെ ഉപദ്രവിച്ചിട്ട് ഓടിയെങ്കിലും പിന്നീട് അമ്മയെ പറ്റിയിട്ട് അദ്ദേഹം അന്വേഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾക്കിടയിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടി, പട്ടിണിക്കിടയിൽ ഇതിനൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവില്ല. കാലം മാറി, കഥ മാറി. അദ്ദേഹം നാട്ടിൽ വന്ന് സ്കൂളിലെ ആ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തു. എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ ആശംസിച്ചു, വിജയഗാഥ നേർന്നു. തിരിച്ചു വരുമ്പോഴാണ് സ്ഥലങ്ങളൊക്കെ ആകെ മാറിയിരിക്കണു. തൻ്റെ ചെറ്റക്കുടിൽ നിന്ന ഭാഗത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ പൊങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് എവിടെയോ വീട് നിന്നു എന്ന് തോന്നുന്ന ആ സ്ഥലത്ത് പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോഴാണ് അമ്മയെ അന്വേഷിക്കണം എന്നുള്ളൊരു തോന്നലേ ഇദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചപ്പോൾ വാതിലിൽ മുട്ടിയപ്പോൾ മറ്റൊരു സ്ത്രീ വന്ന് കതക് തുറന്നു. ആരാണെന്ന് ചോദിച്ചു, സ്വയം പരിചയപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു, അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി മകനെ, പക്ഷേ എന്നെങ്കിലും നീ വരും എന്നോർത്ത് കാത്തിരുന്നിരുന്നു. എന്നെങ്കിലും നീ വരുമ്പോൾ നിൻ്റെ കയ്യിൽ തരാൻ ഒരു കത്ത് അമ്മ ഇതാ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ അമ്മ ഇദ്ദേഹത്തിന് ആ കത്ത് കൈമാറി. കത്ത് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ കണ്ണുനീര് കൊണ്ട് അമ്മ എഴുതിയ ആ കത്ത് കണ്ണുനീരണിഞ്ഞ ആ മകൻ വായിക്കുകയാണ്. പ്രിയപ്പെട്ട മോന്, ഈ അമ്മയെ വിട്ട് നീ ഏറെ ദൂരത്തിലായി എന്ന് അമ്മ മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും അമ്മയുടെ ഉള്ളം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തെന്നാൽ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും കുട്ടിയും കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അച്ഛൻ മരിച്ചുപോയി. പിന്നീട് ഈ മകനെ വളർത്താൻ പെട്ട ബുദ്ധിമുട്ടുകളും അതൊന്നും അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. കളിപ്പാട്ടത്തിൻ്റെ കോലുകൊണ്ട് മകൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു. പകരം അമ്മയുടെ ഒരു കണ്ണ് കുഞ്ഞിന് വെച്ചു കൊടുത്ത് നാട്ടുകാരും വീട്ടുകാരും അറിയാതെ തൻ്റെ കണ്ണാണ് ഈ കുട്ടിക്ക് മാറ്റി വെച്ചു കൊടുത്തിരിക്കുന്നത്, അവൻ പോലും അറിയാതെ നടന്നു. ഇപ്പം അമ്മയുടെ കണ്ണത്താ ദൂരത്തിലേക്ക് മകൻ പോയെങ്കിലും അമ്മയുടെ ഉള്ളം ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ ചിരി? അമ്മയുടെ കണ്ണിലൂടെയാണ് അവൻ ലോകം കാണുന്നത്, ഈ നന്മകൾ കാണുന്നത്. അതുകൊണ്ട് പറയുകയാണ്, മകനെ നീ എന്നും നന്നായിരിക്കൂ എന്ന് പറഞ്ഞ് ആശീർവദിച്ചിട്ട് സ്നേഹപൂർവ്വം അമ്മ എന്ന് എഴുതിയിട്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. നോക്കൂ, അമ്മയുടെ ഇങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടും കഥകളിൽ പഠിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാവും. ഈ മാതൃത്വത്തെ, ഈ ഭാവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് ഈ കൃതിയിലൂടെ സഞ്ചരിക്കാനായിട്ട് ശരിക്കും സാധിക്കുകയുള്ളൂ എന്ന് ശങ്കരാചാര്യർ പറയണം. 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കണു. നദത്തം മാതസ്തേ മരണസമയേ തോയമഭിവാം സ്വദാവോ നോ ദേയാ മരണദിവസേ ശ്രാദ്ധവിധിനാ
ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമനുഃ അകാലേ സംപ്രാപ്തേ മയി കുരുദയാ മാതരതുലാം. നോക്കൂ, ശങ്കരാചാര്യർ പറയണ ന ദത്തം മാതസ്തേ മരണസമയേ തോയമപിവാം. അമ്മയുടെ മരണസമയത്ത് ഇത്തിരി വെള്ളം കൊടുക്കാൻ പോലും സാധിക്കാത്തൊരു പുത്രനായി പോയല്ലോ എന്ന് വിഷമിക്കണം. ശങ്കരാചാര്യർ അമ്മയുടെ മരണത്തിന് മുൻപേ വന്നു, അമ്മയ്ക്ക് ഗംഗാജലം നൽകിയിട്ടുണ്ടാവും അല്ലേ, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ എന്താ ഇവിടെ പറയണത്? ശങ്കരൻ പറയുകയാണ്, അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മയെ അനുസ്മരിക്കുന്നു, അമ്മയ്ക്കൊരു ശ്രദ്ധാഞ്ജലി നേരുന്നു. എന്താ കാരണം? ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത എത്രയോ പുത്രന്മാരും പുത്രികളും ഒക്കെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് ശങ്കരൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഇതിന് ഈ മാതൃപഞ്ചകത്തിന് ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഭേദമോ ഒന്നും ഇല്ല കേട്ടോ. ഇത് ഏതൊരു കാലത്തിലും നമുക്ക് അമ്മയോടുള്ള, അച്ഛനോടുള്ള, ഗുരുനാഥനോടുള്ള, മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധാഞ്ജലിയായിട്ട് അർപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശങ്കരൻ പറയാണ്, സ്വധാവാനോ ദേവ മരണ ദിവസേ ശ്രാദ്ധവിധിന. അമ്മയ്ക്ക് ശ്രാദ്ധം ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ. കാരണം എന്താ? ഞാൻ സന്യാസിയാണ്. ഒരു സന്യാസി ആത്മപിണ്ഡം അർപ്പിച്ചിട്ടാണ് സന്യാസത്തിലേക്ക് നീങ്ങുന്നത്. മാതൃപിണ്ഡം സമർപ്പയാമി, പിതൃപിണ്ഡം സമർപ്പയാമി, ആത്മപിണ്ഡം സമർപ്പയാമി എന്ന് പറഞ്ഞ കുലത്തിലും രക്തബന്ധമുള്ളവർക്കും ഒക്കെ പിണ്ഡം വെച്ച്, പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ല. നമുക്കറിയാം, ദേശാടനം എന്ന് പറയുന്ന ആ സിനിമയിൽ ആ കുട്ടി സന്യാസത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് ആ ചടങ്ങുകളൊക്കെ ചെയ്യുകയാണല്ലേ. അവൻ്റെ കണ്ണിൽ നിന്ന് മാതൃപിണ്ഡം വെക്കുമ്പോൾ, പിതൃപിണ്ഡം വെക്കുമ്പോൾ അവൻ്റെ കണ്ണ് നീരണിഞ്ഞതിനോടൊപ്പം നമ്മളും കരഞ്ഞു. കാരണം ഇനി അമ്മ മരിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുക. അപ്പം അമ്മ ഇരിക്കെ തന്നെ അമ്മയ്ക്ക് പിണ്ഡം വെക്കുന്നു, അച്ഛൻ ഇരിക്കെ തന്നെ അമ്മയ്ക്ക് അച്ഛനും പിണ്ഡം വെക്കുന്നു. ഇതൊക്കെ ഒരു പുത്രൻ എന്ന നിലയിൽ അവനെ ഒരുപാട് നൊമ്പരപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ശങ്കരാചാര്യർ പറയാണ്, ഞാനൊരു സന്യാസി, വിധിപ്രകാരം എനിക്കിതിലൊന്നും പങ്കെടുക്കാനോ ഇതൊന്നും ചെയ്യാനോ അമ്മയുടെ ശേഷക്രിയകൾ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ എനിക്ക് ആ സന്ദർഭമുണ്ടായി. ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമനുഃ. ചിലരൊക്കെ മുത്തശ്ശന്മാരും അച്ഛനമ്മമാരൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് രാമായണം വായിക്കും, ഭാരതം വായിക്കും, ഭാഗവതം വായിക്കും, ഇങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കും, താരകമന്ത്രമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലും, രാമനാമം ജപിക്കും. ഇതൊന്നും ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറയും. ശങ്കരാചാര്യർക്ക് സാധിച്ചു എന്ന് നമുക്കറിയാം. വിഷ്ണു ഭുജംഗപ്രയാദം ചൊല്ലി സാക്ഷാൽ ഭഗവാനെ തന്നെ പ്രത്യക്ഷപ്പെടുത്തി അമ്മയെ ധന്യയാക്കി വിട്ടവനാണ് ശ്രീശങ്കരൻ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊന്നും സാധിക്കാതെ പോയ മക്കൾക്ക് വേണ്ടി ശങ്കരാചാര്യൻ ഒരു പ്രതിനിധിയായി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമനുഃ. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ മകനോട് അമ്മേ നീ ദയ കാണിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എപ്പോഴും അമ്മയോടും അച്ഛനോടൊക്കെ ഇങ്ങനെ പരിഭവങ്ങളും പരാതികളും തീർന്നിട്ടുള്ള ഒരു കാലവും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ അവരുടെയൊക്കെ മരണശേഷമാണ് നമ്മൾ ആലോചിക്കുക, അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവരെടുത്ത എഫേർട്ട് എത്രത്തോളം ആയിരുന്നു എന്ന് നമ്മളൊരച്ഛനാവുമ്പോൾ നമ്മളൊരമ്മയാവുമ്പോൾ ഒക്കെ തിരിച്ചറിയുമെന്നവർ കൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഒരു മകൻ, അമ്മയെ ആയിട്ട് വലിയ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നൊരു മകൻ, അമ്മ മരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം മകനും മരിച്ചു. അപ്പോൾ പോയപ്പോഴതാ സ്വർഗത്തിൽ തൻ്റെ അമ്മയിരിക്കുന്നു. അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ അമ്മയെ കണ്ടതിൽ വലിയ സന്തോഷം, പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ എല്ലാ കാലഘട്ടത്തിലും എന്നോടുകൂടെ അമ്മ നടന്നു, അതിൻ്റെ കാൽപ്പാടുകൾ നോക്കൂ, ഭൂമിയിൽ കാണാം. അമ്മയുടെയും മകൻ്റെയും കാൽപാദങ്ങൾ അവിടെ കാണാം. എൻ്റെ കൂടെ എപ്പോഴും ആരുണ്ടായിരുന്നു? അമ്മയുണ്ടായിരുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ, എനിക്ക് ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, എനിക്കൊരു ദുഃഖമുണ്ടായപ്പോൾ അവിടെ 2 കാൽപാദങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അമ്മ എവിടെയായിരുന്നു? എനിക്ക് ദുഃഖം വന്നപ്പോൾ അമ്മ എവിടെയായിരുന്നു എന്നാ പുത്രൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മകനെ, നിനക്ക് തെറ്റി, അത് നിന്റെ കാലടികളല്ല, അത് എൻ്റെ കാൽപാദങ്ങളാണ്. നിനക്ക് വിഷമമുണ്ടായപ്പോൾ നിന്നെ ഒക്കത്തിരുത്തി നിന്നെ എടുത്തുകൊണ്ട് ഞാനാണ് അവിടെ നടന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ പരാതി പറയുന്നു, പരിഭവപ്പെടുന്നു. പക്ഷേ അമ്മ ചെയ്യേണ്ടത് എപ്പോഴും അമ്മ ചെയ്തിരിക്കും അല്ലേ. അമ്മ ഏറ്റവും ബെസ്റ്റായതേ നമുക്ക് തരുള്ളൂ അല്ലേ. പൂച്ചക്കുട്ടിയെ കണ്ടുണ്ടോ? ഈ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കൂ. തള്ളപ്പൂച്ച പ്രസവിച്ച 7 ഇല്ലം കടത്തുന്നൊക്കെയാണ് പറയുക അല്ലേ. ഓരോ വീട്ടിൽ കൊണ്ടിടാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു പൂച്ച ചാണകം മെഴുകിയ അടുക്കളയിൽ വന്ന് ആ അടുപ്പിൻ്റെ ഉള്ളിലാണ് പ്രസവിച്ചത്.
അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇത് എന്താ അത്, എത്ര കുട്ടികളെ പ്രസവിച്ചിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ പൂച്ചയും നാനൊക്കെ കല്ലെടുത്ത് എറിയും, ഇതൊന്നും കാണാൻ നിൽക്കില്ല. പക്ഷേ ഈ പൂച്ചയിൽ നിന്നും പഠിക്കാൻ, ഒരു പട്ടിയിൽ നിന്നും പഠിക്കാൻ, ഒരു പക്ഷിയിൽ നിന്നും പഠിക്കാൻ ഏറെ കാര്യങ്ങൾ. പൂച്ച വിചാരിച്ചു ഈ 21-ാം നൂറ്റാണ്ടിൽ കുട്ടികൾ ഇങ്ങനെ ചാണകം മെഴുകി അടുക്കളയിലൊന്നും കിടക്കേണ്ടവരല്ല, അവരെ നമുക്ക് എവിടേക്ക് പോവാം, മൊസൈക്ക് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൈൽസ് പാകിയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അതല്ലേ നല്ലതെന്ന് പറഞ്ഞ് ഈ പൂച്ചക്കുട്ടികളെ തൂക്കി. അപ്പോൾ തൂക്കിയപ്പോൾ പൂച്ചയെ എങ്ങനെയാണ് പൂച്ചക്കുട്ടിയെ എടുക്കാം? തള്ളപ്പൂച്ച എങ്ങനെ കടിച്ചെടുക്കും? ഇവിടെ കടിക്കൂലേ, കഴുത്തിൽ അല്ലേ, കഴുത്തിൽ ഇങ്ങനെ കടിക്കും. അപ്പോൾ ഈ പൂച്ചക്കുട്ടിയുടെ 2 കൈയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ 2 കൈയും ഇങ്ങനെയാവും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂച്ചയെ കല്ലെടുത്തെറിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല, അല്ലാത്തവർക്ക് കാണാൻ പറ്റും, ഇങ്ങനെ അമ്മേന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൂച്ചക്കുട്ടി ചോദിക്കുമോ, നിങ്ങൾ എന്നെ എവിടേക്കാണ് ഇങ്ങനെ മാറ്റുന്നത്, ഓരോ വീട് കടത്തി പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ടോ പൂച്ചക്കുട്ടി? നമ്മളാണെങ്കിൽ ചോദ്യം ചെയ്യും അല്ലേ. അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചു, പഠിച്ചു മുതിർന്നപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. പക്ഷേ പൂച്ചയുടെ കുട്ടി, അമ്മേ നീ എന്നെ ബെറ്ററായ സ്ഥലത്തേക്ക് എത്തിക്കുള്ളൂ എന്ന് എനിക്ക് അറിയാം. അവിടെ പൂർണ്ണ സമർപ്പണമാണ്. ഈ തൊഴുകൈയാണ് പൂച്ചക്കുട്ടിക്കുള്ളത്, ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ മൊസൈക്ക് പാകിയിട്ടുള്ള ഒരു അടുക്കളയിൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് പൂച്ച തള്ളപ്പൂച്ച അവിടെ കിടന്നു. അങ്ങനെ ആവുമ്പോഴാണ് എന്ത് സംഭവിച്ചതെന്നറിയോ? അവിടുത്തെ വീട്ടുകാരൻ രാവിലെ ഇറങ്ങിപ്പോയതാണ്, തിരിച്ചു വരുമ്പോൾ വെള്ളക്കാരനായിട്ടാണ് വന്നത് അല്ലേ. 4 കാലിൽ വരണമെന്നൊക്കെ പറയില്ലേ നമ്മൾ നാട്ടിൻ പുറത്ത്. അങ്ങനെ വന്നപ്പോഴേ ഭാര്യ ഇവിടുന്ന് ഒരു വടി എടുത്തിട്ട് പോയി അങ്ങോട്ട്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ യുദ്ധമാണ്, അടിയോടടി. അത് കഴിഞ്ഞ് എവിടെ എത്തി? അടുക്കളുടെ ഭാഗത്തേക്ക് എത്തി. അപ്പോഴാണ് തള്ളപ്പൂച്ചയ്ക്ക് മനസ്സിലായത്, ഇവിടെ എന്തേ ഉള്ളൂ, ഇവിടെ വലിയ പ്രാക്ടിക്കലാണ്, വലിയ മൊസൈക്ക് ഭാഗ്യം അടുക്കള എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തില്ല? സംസ്കാരമില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ എന്തില്ല? സംസ്കാരമില്ല. വലിയ വീടാണ്, സമ്പത്ത് മാത്രമേ ഉള്ളൂ, എന്തില്ല? സംസ്കാരമില്ല. എൻ്റെ കുട്ടികളെ സംസ്കാരം ഇല്ലാത്തടത്ത് വളരണ്ട, ഉടനെ കടിച്ചു. എവിടെ കടിക്കുക? ഇവിടെ കടിച്ചു. അപ്പോഴും പൂച്ചക്കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകണേ ചോദിച്ചോ? ഇല്ല. അപ്പോഴും പൂച്ചക്കുട്ടി അമ്മേന്ന് പറഞ്ഞ് ശരണം. ആ പൂർണ്ണ സമർപ്പണം നമുക്ക് ഭഗവാന്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, ഗുരുനാഥന്മാരുടെ അടുക്ക് ഒക്കെ അത് വരണം. ആ ഒരു സമർപ്പണ പൂർണ്ണത വരണം എന്ന് ശങ്കരാചാര്യർ വീണ്ടും വീണ്ടും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ 4-ാമത്തെ ആ ശ്ലോകഭാഗത്തേക്ക് നമുക്ക് കടക്കാം. മുക്താമണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുതത്വം ഇത്യുക്തവത്യാസ്തവ വാജിമാധാ ദദാമ്യഹം തണ്ടുലമേവ ശുഷ്കം. വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ അർത്ഥഗർഭങ്ങളായ ആശയങ്ങളാണ് ഈ വരികളിലുള്ളത്. അമ്മ ചെറുപ്പത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ലാളിക്കുക? നീ എൻ്റെ മുത്താണ്, നീ എൻ്റെ കണ്ണാണ്, നീ എൻ്റെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് ലാളിച്ച അമ്മേ, ഞാൻ തിരിച്ച് നിന്നോട് എന്താ ചെയ്തത്? നിനക്ക് വായ്ക്കലരി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പിടി അരി മാത്രമാണ് നിനക്ക് പകരം തന്നത് എന്നാണ് പറയാ. അങ്ങനെയല്ലേ സാധിച്ചിട്ടുള്ളൂ. എത്ര ഗംഭീരന്മാരായ മക്കളാവട്ടെ, അവസാനം ഒരു പിടി ഉണക്കലരി മാത്രം ഇതാ എന്ന് പറഞ്ഞു. നാളെ 12-ാം തീയതി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ മാതൃപൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗസ്റ്റായിട്ട് വരുന്നത്, ഒരു സെലിബ്രിറ്റി ആയിട്ട് വരുന്നത് അത്തിപ്പറ്റ രവി എന്ന് പറയുന്ന പ്രശസ്ത കഥകളി സംഗീതജ്ഞനാണ്. അദ്ദേഹം കഥകളി പദങ്ങളുടെ മാധുര്യത്താൽ ഈ ഭാഗമൊക്കെ പാടിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ സൗകര്യം കിട്ടുന്നവർ അങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മാതൃപൂജയിൽ പങ്കെടുക്കാൻ. അദ്ദേഹം ഈ വരികളെ എങ്ങനെയാണെന്നറിയോ പറഞ്ഞിട്ടുള്ളത്? മുത്താണ്, കണ്ണാണ്, അണിരത്നമാണ്, എൻ രാട്ടാണ്, നീണാൾ സുത വാഴുകെന്നും ലാളിച്ചൊരമ്മേ തിരികെ തരാൻ കൈപ്പിടിക്കുണങ്ങല്ലരി മാത്രം എൻകൽ. അവസാന കാലത്ത് ഇതൊക്കെ പറഞ്ഞ് നീ എൻ്റെ മുത്താണ്, കണ്ണാണ്, എൻ്റെ രാജാവാണ്, നീ ദീർഘായുസായിട്ടിരിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് തിരികെ കൊടുക്കാൻ ഒരു പിടി അരി മാത്രമായിട്ട് ഒതുങ്ങുന്ന, ചെറുതിലും ചെറുതായി മാറുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല. അതുകൊണ്ട് അമ്മേ ഞാനിതാ ഇതൊക്കെ പറഞ്ഞ് നിന്നെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനത്തെ ആ ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ സമയപരിധി കൊണ്ടാണ് വീണ്ടും വീണ്ടും മാതൃപഞ്ചകമൊക്കെ വായിച്ച് ഇതിൻ്റെ ആശയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്
നമ്മൾക്കിടയിൽ ഇതിനെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിലെ വരികൾക്കിടയിലൂടെ വായിക്കണം. നമ്മൾ വായിച്ചാൽ പോരാ, വരികൾക്കിടയിലൂടെ വായിച്ച് ആ മാതൃത്വത്തെ മഹത്വവൽക്കരിക്കണം എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അംബേതി താദേതി ശിവേതി തസ്മിൻ പ്രസൂതി കാലേ യദവോച്ച ഉച്ചൈഃ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേ ത്യഹോ ജനന്യേ രചിതോയമഞ്ജലി. വീണ്ടും പറയുന്നു, പ്രസവ സമയത്ത് അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ചു എന്നൊക്കെ എന്നോട് മുതിർന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മേ നാരായണ, കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ വേദന സഹിക്കാൻ സാധിക്കാതെ സകല ദൈവങ്ങളെയും വിളിച്ച കരഞ്ഞിട്ടുണ്ട് അമ്മ. ആ ത്യാഗമൊക്കെ ഞാനിതാ അമ്മേ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അമ്മ വിളിച്ചത്രേ ആ ഈശ്വരന്മാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആ ഒരു പ്രയാസത്തിൽ, ആ തിക്താനുഭവത്തിൽ അമ്മ ആരെ വിളിച്ചു കരഞ്ഞു? ഈശ്വരനെ. ഇനി വേറെ ഒരാളും ആശ്രയമില്ല, പൂർണ്ണ സമർപ്പണം ഈശ്വരന് എന്ന് തീരുമാനിച്ച സമയമാണ് ആ പ്രസവവേദന അനുഭവിക്കാൻ, ആ അനുഭവത്തിലൂടെ ഓരോ സ്ത്രീകളും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ആ യാതനയിലൂടെ, ആ ത്യാഗത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ സമർപ്പണമുണ്ട്. ഈ പൂച്ചക്കുട്ടി തൻ്റെ അമ്മയെ സമർപ്പിച്ച പോലെ, തൻ്റെ അമ്മയ്ക്കായിക്കൊണ്ട് മുഴുവൻ വിശ്വാസവും കൊടുത്തതുപോലെ. കുരങ്ങിൻ്റെ കുട്ടിയെ കണ്ടുണ്ടോ? കുരങ്ങിൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും. ഈ കുരങ്ങൻ ചിലപ്പോൾ ഈ മരത്തുനിന്ന് അടുത്ത പഞ്ചായത്തിലെ മരത്തിലേക്കൊക്കെ ആയിരിക്കും ചാടുക. എന്നാലും ആ കുട്ടിക്ക് ഭീതിയില്ല, താഴെ വീഴോ പേടിയില്ല. എന്തിന്? നമ്മളെ കാണിക്കാൻ. ഇതൊന്നും നമ്മൾ പ്രകൃതി ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ LICയുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ആ പരസ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടിയെ മുകളിലേക്ക് എറിയും അല്ലേ? ആ കുട്ടി പേടിച്ച് കരയാറുണ്ടോ? അയ്യോ ഞാൻ താഴെ വീഴാൻ പോണേ എന്ന് പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല. അച്ഛനും അമ്മയും പിടിക്കും. ആ വിശ്വാസം ആർക്കുണ്ട്? വിശ്വാസമല്ല, സമർപ്പണം ആർക്കുണ്ട്? ആ കുഞ്ഞായിരിക്കുമ്പോഴേ ആ കൊച്ചു മനസ്സിലതുണ്ട്, കളങ്കമില്ല. കുറച്ചുകൂടി വലുതാവുമ്പോഴാണ് ഇവരെന്നെ നോക്കോ, നമുക്ക് തിരിച്ച് മക്കളോടും ഇതൊന്നും എന്നെ നോക്കില്ല, ഇവരെ കണ്ടിട്ട് ഞാൻ ഇരിക്കണില്ല, ഇങ്ങനത്തെ ഭാഷകളൊക്കെ മാറുന്നത് കുറച്ച് മുതിരുമ്പോഴാണ്. അല്ലാത്ത പക്ഷം ആ കൊച്ചിന് പൂർണ്ണാശ്രയമായിരിക്കുന്നത് മാതാപിതാക്കളാണ്. അവരാണ് കൺകണ്ട ദൈവങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സഹിച്ചമ്മേ ഈ പ്രസവ പ്രയാസത്തിന് പകരം വയ്ക്കാൻ ഒരു ശ്ലോകം പറയും, വന്ധ്യാനൈവ വിജാനാദിയും കുർവീം പ്രസവവേദന. വന്ധ്യകൾക്കും പുരുഷന്മാർക്കും ഈ പ്രസവവേദന അറിയില്ല. എന്നാലും അനുഭവങ്ങളും ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ അവരെ ഇതിൻ്റെ ഗാംഭീര്യത പറഞ്ഞു മനസ്സിലാക്കി തരും. അവർ കാണുകയാണ് ഈ ചുറ്റിലും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ഉള്ളിലും എന്തുണ്ട്? ഈ വിശ്വജനനി ഇരുന്ന് മാതൃത്വത്തിൻ്റെ ചില നുറുങ്ങുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ മാതൃത്വത്തെ മഹത്വവൽക്കരിക്കാനായിട്ട് ഈ നവരാത്രി, ഈ കാലയളവ് നമുക്ക് ഉപയോഗിക്കാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയാകുന്ന ഏറ്റവും വലിയ പോരാളിയെ അപ്പം അമ്മ എന്നെടുത്ത് പറഞ്ഞതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മറക്കരുത് കേട്ടോ. കാരണം അമ്മയുടെ വയറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വിത്തായി, അച്ഛൻ്റെ ബീജമായി, അച്ഛൻ എന്ന ഗർഭത്തിലിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ മാതൃദിനം വരുമ്പോൾ മാതാവിനെ മാത്രം പ്രൈസ് ചെയ്യുമ്പോൾ അച്ഛൻ എന്ന് പറയുന്ന സങ്കല്പത്തെയും എന്നും മാതൃദിനവും പിതൃദിനവും വരുമ്പോഴൊന്നും അല്ല, എല്ലാ ദിവസവും നമുക്ക് ഓർക്കാനും അവരെ നമസ്കരിക്കാനും സാധിക്കണം. കാരണം അവർ തന്ന കരുതൽ ധനം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. നിങ്ങൾക്കറിയാം, വീട്ടിൽ ഒരു കോഴിയെ കണ്ടിട്ടുണ്ടാവുമല്ലേ? ചെറിയ കുട്ടികൾ ഇപ്പോൾ അവർക്ക് സാധ്യത കുറവാണ്. വീട്ടിൽ കോഴിയെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കോഴി എന്ന് പറഞ്ഞാൽ പക്ഷിവർഗത്തിന് നാണക്കേടാണെന്ന് പറയാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാ? പറക്കില്ല, ചിറകുണ്ടായിട്ടും അതിന് പറക്കാൻ കഴിയില്ല. പക്ഷേ ആ പക്ഷി പറക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ 21 ദിവസം അടയിരുന്ന അതിൻ്റെ കുട്ടികളൊക്കെ വിരിഞ്ഞ് പുറത്ത് വന്നപ്പോൾ പരുന്ത് വരുണ്ടോ, കാക്ക വരുണ്ടോ, കുറുക്കം വരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികളെ സംരക്ഷിക്കണു അല്ലേ? ആ സമയത്ത് ഒരു കാക്ക വന്ന് അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ പക്ഷി, പറക്കാത്ത കോഴി, ആ കാക്കയുടെ അത്രയും ഹൈറ്റിൽ, അത്രയും ഉയരത്തിൽ പറന്നു എത്രയോ സമയം അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് അമ്മ എന്ന് പറയുന്ന ധൈര്യം, മാതാവ് എന്ന് പറയുന്ന സങ്കല്പവും അത് തന്നെയാണ്. അപ്പോൾ അതിനെ മഹത്വവൽക്കരിക്കാൻ കിട്ടിയ ഓരോ നിമിഷവും നമ്മൾ അതിനെ മറക്കാതെ നമ്മുടെ സ്മരണ, നമ്മുടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക. ഇതൊരു തരം പിതൃയജ്ഞം കൂടിയാണ്. നമ്മുടെ അമ്മയും അച്ഛനൊക്കെ മരിച്ചു പോയിരിക്കാം, അവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരോട് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കൊക്കെ ക്ഷമാപണം പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് മാതൃപഞ്ചകത്തിലൂടെ ശങ്കരാചാര്യ വിരചിതമായ ഈ കൃതിയിലൂടെ കടന്നുപോയി അവർക്കൊരു ശ്രദ്ധാഞ്ജലി, അവർക്കൊരു ആദരാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ബലി ദിവസം അവരുടെ ക്രിയകൾ ചെയ്യണ ദിവസം ഒരു പിടി അരിയും എള്ളും കൂട്ടിക്കിഴിച്ച് ഒരു പിടി വെച്ച് അതിൽ ഒരു കണ്ണുനീർ തുള്ളി ഒറ്റിക്കാൻ സാധിച്ചാൽ തന്നെ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പിന്നീട് പണ്ട് നടന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആ ഒരു വർത്തമാന കാലഘട്ടം നമുക്ക് അവരോടുള്ള ആ ഒരു സ്മരണ പുതുക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി സാക്ഷാൽ ധർമ്മേശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ പ്രഭാഷണം ശ്രവിച്ച് ഇവിടെ ഇരുന്ന എല്ലാവരെയും ഞാൻ സാക്ഷാൽ ഭഗവാനായി കണ്ട് നമസ്കരിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ ഭാരവാഹികൾ, ഒരാളെയും പേര് പറയുന്നില്ല, എല്ലാം ഭഗവാൻ തന്നെ ഇങ്ങനെ ഒരു അരങ്ങ് തന്നതിന് അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ. കരചരണകൃതം വാത് കായജം കർമ്മജം വാത് ശ്രവണനയനജം വാത് മാനസം വാപരാധം വിഹിതമവിഹിതം വാത് സർവമേതത് ക്ഷമസ്വാം. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.